ഓക്കെ. സോ നമ്മൾ 2 തിമോഥെയോസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ 1-ാം അധ്യായം 8 വരെ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ അകത്ത് പൗലോസ് തന്റെ ആമുഖത്തിൽ കർത്താവിന്റെ വാക്യത്തെക്കുറിച്ചും അവൻ ദൈവേഷ്ടത്താലാണ് താൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. സ്തോത്രം. അപ്പൊ അദ്ദേഹം തടവിലായിരിക്കുന്നതോ മരണത്തെ ഫേസ് ചെയ്യാൻ പോകുന്നതൊന്നും തന്റെ ജീവിതത്തെ കളങ്കപ്പെടുത്താത്തത് 2 ആങ്കർ അവിടെ കാണിക്കണം. ഒന്ന്, ജീവനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്ക് ഉറപ്പായിട്ടുണ്ട്. 2, ഇതെല്ലാം ദൈവേഷ്ടത്താലാണ് സംഭവിക്കുന്നത്. സ്തോത്രം. ആ 2 ഉറപ്പിന്മേൽ പൗലോസ് ധൈര്യത്തോടുകൂടെ തന്റെ വേദനകളെ മറന്നുകൊണ്ട് ഒരു ബാറ്റൻ കൈമാറുന്നത് പോലെ അടുത്തൊരു തലമുറയിലേക്ക് ആ ശുശ്രൂഷ കൈമാറത്തക്കവണ്ണം താൻ ഏറ്റവും സ്നേഹിച്ച തന്റെ പ്രിയ മകനായ ആത്മീയ മകനായ തിമത്യോസിനെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. അപ്പൊ നമ്മൾ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. അപ്പൊ 2 ചലഞ്ചസ് ശുശ്രൂഷയെ നേരിടാമാവുന്ന 2 ചലഞ്ച്. ഒന്ന് ഭയം, 2 ലജ്ജ. ഈ 2 ചലഞ്ചസിനെ നേരിടാൻ ഒരൊറ്റ റിസോഴ്സാണ് പൗലോസ് കാണിക്കുന്നത്. നമുക്ക് ലഭിച്ച ആത്മാവിൽ ഉറക്കുക എന്നുള്ളതാണ്. ആ ആത്മാവിന്റെ അകത്ത് എന്തില്ല? അവിടെ ഭയമില്ല. അവിടെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. അപ്പൊ ഒരു സ്പിരിച്വൽ വാർഫെയറിനുള്ള ശക്തി ഏത് വ്യക്തിയെയും നേടിയെടുക്കാൻ നഷ്ടപ്പെടുത്താതെ വാർഫെയറോടൊപ്പം ഒരു വ്യക്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള, അവനെ സ്നേഹിക്കാനുള്ള ബലം, അതോടൊപ്പം തന്നെ ആ സോബർ മൈൻഡ് സുബോധം വിട്ടുപോകാതെ ആത്മാവിലുള്ള സുബോധം കീപ്പ് ചെയ്യുക. അപ്പം ആ ശുശ്രൂഷയിൽ എന്ത് ചലഞ്ചാണ് നേരിടാൻ പോകുന്നത് അതിനെ ഓവർകം ചെയ്യാനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ്. അപ്പം മിനിസ്ട്രിക്ക് ഏത് തരത്തിലുള്ള ശുശ്രൂഷ നമ്മളെ ദൈവം ഏൽപ്പിച്ചാലും നമ്മള് ഒരു റിസോഴ്സും ദൈവം ഡിമാൻഡ് ചെയ്യുന്നില്ല. ഈ ലോകത്തിലെ ഏത് ജോലിക്കും ഹയർ സ്കില്ല് നമ്മളിതും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ കർത്താവിന്റെ വേലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിസോഴ്സും കർത്താവിന്റെ കയ്യിൽ തന്നെ ഉള്ളത്. പഴയ നിമിത്തി പറവോന്റെ ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. ഇനി മുതൽ വൈക്കോല് തരത്തില്ല, റിസോഴ്സ് തരത്തില്ല, ഇഷ്ടികയുടെ എണ്ണം കുറയെന്ന് പറയുന്ന പോലെ ഈ ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്. റിസോഴ്സുകൾ അൺഅവൈലബിൾ ആയിക്കൊണ്ടേയിരിക്കും, പക്ഷെങ്കിൽ റിസൾട്ട് പ്രതീക്ഷിക്കും ഒരു വർക്കിൽ നിന്ന്. പക്ഷെ കർത്താവിന്റെ വേലയിൽ ഒരു വർക്കിന്റെ ഔട്ട്പുട്ട് കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കമുള്ള ഒരു റിസോഴ്സ് ഒരുക്കിയിട്ടാണ് ദൈവം അതിലേക്ക് ആ വർക്കിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ വേലയിലേക്ക് ഇറങ്ങുമ്പോൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ചുറ്റുണ്ടാകാം, ലജ്ജിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് മാനുഷികമായി ഉണ്ടാകാം. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? അതിനെ ഓവർകം ചെയ്യാനുള്ള ബലം, ശക്തി, സ്നേഹം ഇതോടൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് കറ പിടിച്ച് അങ്കി പോലും വെറുക്കാനുള്ള ശക്തിയും, പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും, ദുർദിവസത്തിൽ ഐവിൾ പവറിനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി, അതോടൊപ്പം ഏത് മനുഷ്യൻ കരുണ വിടുവിച്ചെടുക്കാനുള്ള സ്നേഹവും, തീയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള സ്നേഹം, അല്ലെ? ആ തീയിലേക്ക് ഇറങ്ങുമ്പം ശരിക്കും ആ തീയോട് പോരാടേണ്ടതായിട്ടൊരു ശക്തിയുണ്ട്. അതേസമയം ആ വ്യക്തി നഷ്ടപ്പെടാതെ അവനെ ചേർത്ത് പിടിക്കേണ്ടതായ സ്നേഹമുണ്ട്. അതോടൊപ്പം ഗലേഷ്യൻ 6 നമ്മൾ വായിച്ചതുപോലെ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് പറയുന്ന ആ ഒരു സോബർ മൈൻഡ്, സുബോധം വിട്ടും നഷ്ടപ്പെട്ടു പോകാതെ നമ്മളെ തന്നെയും കീപ്പ് ചെയ്യാനുള്ള ബലം. അപ്പോൾ ഒരു ഔട്ട്വേർഡ് പെർസുവേഷനും ഉണ്ട്, ഇൻവേർഡ് പെർസുവേഷനും ഉണ്ട്. ശക്തിയും സ്നേഹം എന്ന് പറയുമ്പം നമ്മളിൽ നിന്നും, ശക്തി എന്ന് പറയുമ്പോൾ പോരാടാനുള്ള ശക്തിയും സ്നേഹം നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ട കാര്യവും, സുബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻവേർഡ്ലി നമുക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ടാകേണ്ട അവസ്ഥയുമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവിന് ലഭിക്കുക ചെയ്യുന്നത്. അപ്പം ഒരു വിധത്തിലും ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ ആത്മാവിന് ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപോകാനായിട്ട്. സ്തോത്രം. എന്നിട്ട് പറയണം, ആ രീതിയിൽ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ തരുമ്പോൾ എന്താണ്? ഈ ജഡത്തിന് പുറമെ കഷ്ടതയാണുള്ളത്, അല്ലെ? ഈ ജഡമാണ് ഇതിനെല്ലാം ഫേസ് ചെയ്യുന്നത്. ഫിസിക്കൽ വേൾഡിൽ ജഡമാണ് ഇത് ഫേസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്? ആ കഷ്ടതയുടെ കാര്യം അവിടെ വിട്ടുകളയുന്നില്ല. അപ്പൊ കഷ്ടത ഇല്ലാത്തൊരു ജീവിതമല്ല ഇത്. തീർച്ചയായിട്ടും അകത്ത് ധൈര്യവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ശരീരം അവിടെ എന്ത് ചെയ്യാണ്? ക്ഷയിക്കുന്ന, ഉപദ്രവം അനുഭവിക്കുന്ന, മാനസികമായി ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ശരീരവും മനസ്സും ശരിക്കും ഒരു ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ, ഉപദ്രവം, പെർസിക്യൂഷന്റെ സിറ്റുവേഷനിൽ കൂടെ തന്നെ കടന്നു പോകും. അതിനെ മറച്ചു വെക്കുന്നില്ല പൗലോസ്. അപ്പൊ തീയാൻ തന്നെ പറയുന്നുണ്ട്, അല്ലെ? കഷ്ടത കർത്താവ് തന്നെ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പം എന്നാൽ ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെയും പറയാണ്, ധൈര്യപ്പെടാൻ പറയാണ്. ആത്മാവ് ഇതിനെയൊക്കെ
ജയിക്കാനുള്ള ബലം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇനി 9-ാം അധ്യായത്തിൽ ആ രക്ഷാനിർണയത്തെ കുറിച്ചുള്ള ഉപദേശം തുടങ്ങുകയാണ്. അപ്പം ഈ ദൈവവേലയോടുള്ള ബന്ധത്തിൽ തിമോത്തിയോസിനെ ഉറപ്പിക്കുമ്പോൾ ആ രക്ഷയുടെ ആ നിർണയത്തിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് ഇറങ്ങി കയറി വരികയാണ് പൗലോസ് 9-ാം വാക്യത്തിൽ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമുള്ളതത്രേ. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ ഏറ്റവും അധികം പ്രൊക്ലൈം ചെയ്യപ്പെടുന്ന വാക്യങ്ങളാണ് ഇത്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-ാം വാക്യം. കാലങ്ങളായി ആ ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷ അനുഭവിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ മറ്റു പല വാക്യങ്ങളും കയറി വന്നിട്ടുണ്ടോ അല്ലെ? എഫേസ്യർ 1-4 ഇപ്പൊ ചേർന്ന് വരുന്നുണ്ടാണ്. കർത്താവ് നമ്മളെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചത് അത് സകല കാലത്തിന് മുമ്പെയാണ്. എന്ന് വെച്ചാൽ സമയം പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മുടെ രക്ഷ ഒരുക്കി എന്നുള്ളതാണ്. അവ നമ്മളെ രക്ഷിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. രക്ഷയ്ക്കായിട്ട് പദ്ധതി ചെയ്തെന്നല്ല, അവൻ നമ്മളെ രക്ഷിച്ചു. അപ്പൊ ആ ദൈവത്തിന്റെ വ്യൂവിൽ, ദൈവത്തിന്റെ എറ്റേണിറ്റി വ്യൂവില് ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ അവൻ നമ്മുടെ രക്ഷയായി തീരുകയായി, അവൻ നമ്മളെ രക്ഷിക്കുകയായിരുന്നു ചെയ്തത്. ഒരു രക്ഷയ്ക്കായിട്ടുള്ളൊരു പോസിബിലിറ്റി ദൈവം പ്ലാൻ ചെയ്യുമല്ലായിരുന്നു. അത് നമ്മളൊരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഒരു മജോറിറ്റി ക്രിസ്ത്യൻസ് മനസ്സിലാക്കിയിരിക്കുന്ന കർത്താവിന്റെ ക്രൂശീകരണോ അവന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു രക്ഷയ്ക്കായിട്ടുള്ള പോസിബിലിറ്റിയാണ്. അത് നമ്മൾ അങ്ങോട്ട് കയറി തെരഞ്ഞെടുത്താൽ അത് നമുക്ക് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടത്തില്ല. ഒരു എം ടി ഫെയ്ത്ത് ആയിട്ട്, ഒരു എം ടി സാൽവേഷൻ ആയിട്ടാണ് പലരും രക്ഷയെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. വചനം പഠിപ്പിക്കുന്നത് നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞ തീർച്ചയായിട്ടും അത് എറ്റേണിറ്റി ക്ലാരിറ്റി നോക്കി കഴിയുമ്പം ദൈവം നമ്മളെ രക്ഷിച്ചതാണ്. പക്ഷെ സമയത്തിന്റെ അകത്ത് നടക്കുന്നത്, നമ്മൾ വിശ്വസിക്കുമ്പോൾ നടക്കുന്നത്, അതിന്റെ റിവലേഷൻ നമുക്ക് വെളിപ്പെടുന്ന കാര്യമാണ് സമയത്തിനകത്ത് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അവൻ നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, കാലത്തിന് മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. അപ്പൊ രക്ഷയുടെ ഫസ്റ്റ് ആങ്കർ ദൈവം ഫിക്സ് ചെയ്തിരിക്കുന്നത് സമയം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ എന്ത് ചെയ്തു, നമുക്ക് നൽകിയതാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. അപ്പം രക്ഷ നമുക്ക് ഡയറക്റ്റ് തരുവല്ല. എന്താണ്, നമ്മളെ ആദ്യം എന്ത് ചെയ്തു, ക്രിസ്തുവിൽ പൊസിഷൻ ചെയ്തു. എന്നിട്ട് ക്രിസ്തുവിൽ എന്ന ആ പാക്കേജിലാണ് രക്ഷയെ ദൈവം ഡിമാൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് രക്ഷ തരുന്നത് ഡയറക്റ്റ്ലി നമുക്ക് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇൻ പ്ലേസ് ആ പൊസിഷൻ എവിടെയാണ് ഇരിക്കുന്നത്, ക്രിസ്തുവിലാണ് ആ രക്ഷ ഇരിക്കുന്നത്. നോക്കിക്കേ, അതുകൊണ്ടാണ് ആ രക്ഷയുടെ ഉറപ്പ് അത്രത്തോളം സ്ഥിരമായിരിക്കുന്നത്. എന്റെ നീതിമാൻ കുലുങ്ങി പോകയില്ലാതെ ദൈവത്തിന് ഉറപ്പ് പറയാൻ കഴിയുന്നത് മനുഷ്യന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാതെ വണ്ണം നമ്മളെ ക്രിസ്തുവിലിരുത്തി, എന്നിട്ട് ക്രിസ്തുവിനെ ഈ രക്ഷയ്ക്ക് വേണ്ട സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് കടത്തിക്കൊണ്ടുപോയി. ക്രിസ്തുവിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ കാലത്തിന് മുമ്പ് തന്നെ അതിനെ നിയമിക്കുകയും കാലസമ്പൂർണ്ണത വന്നപ്പോൾ ഭൂമിയിലേക്ക് അയക്കുകയും ആ പ്രവൃത്തി തികയ്ക്കുകയും പിന്നെയും നമ്മളെ എന്ത് ചെയ്യാണ്, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തത്തക്കവണ്ണം ആ പുത്രനിൽ നമ്മുടെ ജീവനെ ഇരുത്തുകയും ചെയ്തിരിക്കുകയാണ്. കൊലോസ്യ ലേഖനം ചേർന്ന് വായിക്കുമ്പോൾ അപ്പൊ ശരിക്കും ക്രിസ്തു എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മൾ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്തോത്രം. അപ്പം ഏകജാതനായിരുന്ന ആ ഒരു പൊസിഷന്റെ അവസരത്തിൽ ക്രിസ്തു എന്ത് ചെയ്തു, ആദിജാതൻ എന്ന പൊസിഷനിലോട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്, നമ്മളെ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു, സ്വയമേ എന്ത് ചെയ്യാണ്, പിതാവിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുകയാണ്. എന്നെ പോലുള്ള പാപിയെ ആ പാപത്തിന്റെ പരിഹാരമാകേണ്ടതിന്, അവന്റെ രക്ഷ സാധ്യമാകേണ്ടതിന് ആ താഴ്ന്ന പൊസിഷനെ എന്ത് ചെയ്തു, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്, പുത്രൻ ആ ഡീഗ്രേഡ് പൊസിഷനിലേക്ക് ഇറങ്ങിയാണ്. എന്തിനാണ്, രക്ഷ നിർണയത്തിന് വേണ്ടി. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 3 മുതൽ 5 വാക്യങ്ങൾ വായിക്കുമ്പം പുത്രന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിങ്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. അപ്പൊ ലോകസ്ഥാപനത്തിൽ ആ മഹത്വം ഉണ്ടായിരുന്ന, ദൈവത്തോടുള്ള ഈക്വൽ പൊസിഷൻ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്തു, ആ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, സമയം പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ആദ്യം ദൈവം
പ്ലാൻ ചെയ്ത കാര്യം, ഏറ്റവും ആദ്യം ദൈവം ഉറപ്പിച്ച കാര്യം, നിർണയിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയായിരുന്നു. അപ്പൊ സൃഷ്ടിയുടെ മുമ്പ് തന്നെ നിർണയിക്കപ്പെട്ട ഒരു കാര്യമാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷയുടെ പോസിബിലിറ്റി അല്ല നിർണയിക്കപ്പെട്ടത്, ശരിക്കും രക്ഷ തന്നെയാണ്. കാരണം അത് ക്രിസ്തുവിലാണ് ദൈവം അത് നിർണയിച്ചത്. അപ്പൊ എറ്റേണിറ്റി പാസ്റ്റിൽ ക്രിസ്തുവിൽ, നമ്മുടെ ഭാഷയാണ് കേട്ടോ എറ്റേണിറ്റി പാസ്റ്റ് എറ്റേണിറ്റി ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സമയത്തിനകത്ത് ഇരിക്കുന്നവർ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനും പറയാനും കഴിയത്തുള്ളൂ. ദൈവത്തിന് എറ്റേണിറ്റി ഒന്നേ ഉള്ളൂ. അപ്പം നമുക്കത് പുറകോട്ട് നോക്കി കഴിയുമ്പോൾ സമയത്തിന് മുന്നമേ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. ടൈം, സ്പേസ് ആൻഡ് മാറ്റർ, അല്ലെ? ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ടൈം തുടങ്ങി, അല്ലെ? സ്പേസ് മാറ്ററിന്റെ സൃഷ്ടികൾ കർമ്മങ്ങൾ നടന്നു. അതിനു മുമ്പേ തന്നെ എന്ത് ചെയ്തു? ക്രിസ്തുവിനെ എന്ത് ചെയ്തു? നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ഡിസൈൻ ചെയ്യുന്നത്, അല്ലെ? അപ്പം അവൻ മുഖാന്തരമാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്. ഇനി സമയത്തിന്റെ അകത്ത് ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദാമിൽ നമ്മളുണ്ടായിരുന്നു, അല്ലെ? അവൻ മുഖാന്തരം ആ ഏകൻ മൂലം എന്ത് ചെയ്തു? സകല മനുഷ്യരിലേക്കും ആ പാപവും മരണവും കടന്നു വരാൻ ഇടയെത്തുന്നു. പക്ഷെങ്കിൽ ശരിക്കും ആദാമിന്റെ ആ രൂപത്തിന് മുന്നമേ ആരുടെ രൂപമുണ്ട്? മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രൂപമുണ്ട്. ഓക്കെ, ഏകൻ മൂലം അനേകർ നീതിവാന്മാരായി തീരുന്ന ആ ഒരു രൂപം നിത്യതയിലുണ്ട്. അതിനുശേഷമാണ് സമയത്തിന്റെ അകത്ത് ആദാം എന്ന ഏകൻ മൂലം പാപത്തിന്റെ ആ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു വാക്കോട് ചേർത്ത് നോക്കി. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഇപ്പോൾ എന്റെ മനസ്സിൽ ഒന്നാണ് ഞാൻ ടച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. റോമാലേഖനം 5:14, റോമൻസ് 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ പറയും. അപ്പം വരുവാനുള്ളവൻ ആരാണ്? ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് ആര് വരുന്നത്? ആദാം. സമയത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ക്രിസ്തു പിന്നീടാണ് ലോകത്തിലേക്ക് വന്നത്, അല്ലെ? ആദാമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ആദാം പോലും ഏതിന്റെ പ്രതിരൂപമായിരുന്നു? വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു. അപ്പൊ ഏറ്റവും ആദ്യം ഏതൊരു രൂപം ഉള്ളത്? ക്രിസ്തുവിന്റെ രൂപമുള്ളത്. ക്രിസ്തുവിന്റെ രൂപം എന്താണ്? ആ ഏകൻ നിമിത്തം എല്ലാവരും, അവനിലുള്ള എല്ലാവരും നീതീകരിക്കപ്പെടണം. ഈ പ്രതിരൂപത്തിന് തുല്യമായി അതിന് മിററിംഗ് ഇമേജ് ആയിട്ടാണ് ആദാം വരുന്നത്. ശരിക്കും ആ ക്രിസ്തു എന്ന ഏക നിമിത്തം എല്ലാവർക്കും രക്ഷ സംഭവിക്കേണ്ട ആ രൂപം ആദ്യമേ ഡിസൈൻ ചെയ്യപ്പെട്ടു. അതിന്റെ രൂപത്തിലാണ് ഈ ആദാമിനെ ഇവിടെ റോമാലേഖനം ചിത്രീകരിക്കുന്നത്. ആദാമിനെ ചിത്രീകരിക്കുന്ന പറയുന്ന ആ ഏക നിമിത്തം അവനിലുള്ള എല്ലാവരിലേക്കും, അവനിൽ ജനിക്കുന്ന എല്ലാവരിലേക്കും പാപം എന്ത് ചെയ്യുന്നു? വളരുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് നമ്മൾ ജനിക്കുന്ന കുട്ടികളിൽ നമ്മൾ പോലും പഠിപ്പിക്കാത്ത, നമ്മൾ പോലും ആഗ്രഹിക്കാത്ത പാപത്തിന്റെ സ്വഭാവങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആദാമിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇനി പക്ഷെങ്കിൽ ആ യാഥാർത്ഥ്യത്തിനും അപ്പുറത്ത് എന്താണ് നിത്യതയിലെ ആദ്യത്തെ യാഥാർത്ഥ്യം? എന്താണ്? ക്രിസ്തു എന്ന ഏക നിമിത്തം വരേണ്ട രക്ഷ, ക്രിസ്തു എന്ന ഏക നിമിത്തം വരേണ്ട നീതി. അപ്പം വരുവാനുള്ളവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവന്റെ പ്രതിരൂപത്തിലാണ് ആദാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ആരാണ്? ക്രിസ്തുവാണ്, അല്ലെ? ഇനി സമയത്തിനകത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ ക്രിസ്തു ഒടുക്കത്തെ ആദാമായി, രണ്ടാമത്തെ ആദാമായി വെളിപ്പെടുക എന്ന പദം വെച്ച് നോക്കിക്കഴിയുമ്പോൾ ക്രിസ്തു രണ്ടാം വെളിപ്പെടുന്നെങ്കിലും ദൈവത്തിന്റെ നിർണയത്തിൽ ആദ്യത്തെ രൂപം ഏതാണ്? ഏക നിമിത്തം അനേകർ നീതീകരിക്കപ്പെടുക എന്നുള്ള ആ രൂപമാണുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാണ് ആദാം എന്ന ഏക നിമിത്തം ഉണ്ടാകുന്ന പാപത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ രക്ഷയെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മള് നിത്യതയിൽ ദൈവം ക്രിസ്തുവിലൂടെ പ്ലാൻ ചെയ്ത ആ മഹത്വകരമായ രക്ഷയാണ് നമ്മുടെ രക്ഷയെ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഇത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല എന്ന് പറയുന്നത്. കാരണം മനുഷ്യന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ ഉള്ളൊരു എറ്റേണൽ കവനന്റ് ആയിരുന്നു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവര് തമ്മിൽ എന്താണ്? അവരുടെ ട്രൈയൂണിറ്റിയിൽ അവരനുഭവിച്ചിരുന്ന സ്നേഹത്തെ അനുഭവിക്കത്തക്കോടെ നമ്മളെയും ആ സ്നേഹത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടതിന് ദൈവത്തിന്റെ ഒരു പ്ലാനായിരുന്നു. സ്തോത്രം. അതിനുവേണ്ടി എന്ത് ചെയ്തു? പുത്രന് ഈ രക്ഷയിലൂടെ മഹത്വം ഉണ്ടാകേണ്ടത്, പുത്രൻ മുഖാന്തര പിതാവിന് മഹത്വം ഉണ്ടാകേണ്ടതിന് എന്ത് ചെയ്തു? പുത്രനെ താഴ്ത്തി, അല്ലെ? ആ ഡീഗ്രേഡ് പൊസിഷനെ, ആ ഏകജാതന പൊസിഷനെ ഡീഗ്രേഡ് ചെയ്ത് ആ സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കുന്ന പുത്രനും എന്ത് ചെയ്തു? ആ ഡീഗ്രേഡ് പൊസിഷനിലോട്ട് ഇറങ്ങി. ആ ഇറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് വേണ്ടി, നമ്മളെ വഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇറങ്ങേണ്ടി വരുന്നത്. കാരണം ആ വിശുദ്ധ വിളിയിൽ വരേണ്ടതിന് നമ്മൾ വിശുദ്ധരല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? പുത്രനും ആ ഡീഗ്രേഡ് പൊസിഷനിലേക്ക് ഇറങ്ങേണ്ടി വന്നു നമ്മളെ വഹിക്കാൻ വേണ്ടി, നമ്മുടെ പാപം വഹിക്കാൻ വേണ്ടി. ആ ദൈവത്തിന്റെ നീതിയുടെ ശിക്ഷ നമുക്ക് വേണ്ടി വഹിക്കാൻ വേണ്ടി ആ അറുക്കപ്പെട്ട
ആ അറുക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി അർപ്പിതനായിട്ട് എന്ത് ചെയ്തു? പുത്രൻ അവിടെ നമുക്ക് വേണ്ടി ഡീഗ്രേഡ് ആക്കപ്പെടുകയായിരുന്നു ചെയ്യുന്നത്. സ്തോത്രം. സകല കാലത്തിന് മുമ്പേ. അപ്പൊ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്നെ സകല കാലത്തിന് മുമ്പേ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ വേറെ ഒരു സമയത്തും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ലായിരുന്നു. എന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ടിട്ടാണ് കർത്താവിനെ എന്നെ രക്ഷിക്കാൻ ഇപ്പോഴാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. കാരണം എന്റെ ജീവിതത്തിന്റെ ഏത് പോയിന്റ് ഓഫ് ലൈഫ് എടുത്ത് നോക്കിയാലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നെ രക്ഷിക്കണമെങ്കിൽ കർത്താവിന് ഒറ്റ വഴിയുള്ളൂ, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ തിരഞ്ഞെടുക്കണം. ഇനി അൾട്ടിമേറ്റ്ലി സകല മാനവജാതിയെയും തിരിഞ്ഞു നോക്കിക്കഴിയുമ്പം എല്ലാവരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ രക്ഷ പ്ലാൻ ചെയ്യണം. അപ്പം രക്ഷയെ ദൈവത്തിന് പ്ലാൻ ചെയ്യണമായിരുന്നെങ്കിൽ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ, അത് നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് എന്ത് ചെയ്യണം? അത് സാധ്യമാക്കണം. എങ്കിലേ രക്ഷ സാധ്യമാകത്തുള്ളൂ. അല്ലെങ്കിൽ ആ നമ്മൾ ആ ലോക സൃഷ്ടിക്ക് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിയുടെ മുമ്പ് തന്നെ രക്ഷ പോസിബിൾ ആക്കിയില്ലായിരുന്നെങ്കിൽ രക്ഷയുടെ ആധാരം നമ്മുടെ പ്രവൃത്തികളായി പോയനെ, അല്ലെ? നമ്മുടെ പൊസിഷൻ നോക്കിക്കൊണ്ട് ദൈവത്തിന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ആ ദൈവത്തിന്റെ നീതി നോക്കി കഴിയുമ്പോൾ ഒരു മനുഷ്യനും ആ മെറിറ്റോറിയസ് ആയിട്ട് രക്ഷ അനുഭവിക്കത്തക്കവണ്ണം അതിലേക്ക് കയറുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു? മെറിറ്റോറിയസ് ആയിട്ട് രക്ഷ, അല്ലെങ്കിൽ അതിനെ ആ നീതി നിർവഹിക്കുന്ന ക്രിസ്തുവിനെ എന്ത് ചെയ്യണമായിരുന്നു? ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നിർണയിക്കണമായിരുന്നു. അങ്ങനെ നിർണയിച്ചത് കൊണ്ടാണ് നമുക്ക് രക്ഷ പോസിബിൾ ആയത്. സ്തോത്രം. ഇനി ആ ബാക്കി കുറച്ചുകൂടെ മനസ്സിലാക്കും. 9-10 കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോകാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയാ വായിക്കുക. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തി നിമിത്തമല്ല, നിമിത്തമല്ല എന്നിട്ട് കോമ ഇട്ടിട്ട് അവസാനത്തെ സെന്റൻസ് വായിച്ചു നോക്കി. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, ഇനി തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തോണ്ടമുള്ളത് അത്രേ എന്ന് വായിക്കണം. ഇംഗ്ലീഷിൽ അങ്ങനെ വായിക്കുമ്പോൾ ആ ഒരു ഓർഡർ കിടക്കും. നമ്മുടെ സകല കാലത്തിന് മുമ്പേ കർത്താവ് നമ്മളെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, പിന്നെ എന്ത് നിമിത്തമാണ്? തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തോണ്ടമുള്ളത്. ദൈവത്തിന്റെ സ്വന്തം നിർണയമാണ്. ആ നിർണയത്തിന്റെ കാരണം നമുക്കറിയത്തില്ല. എന്തിന്റെ കാരണത്തിലാണ് ദൈവം തെരഞ്ഞെടുത്തത് നമുക്കറിയത്തില്ല. ആ എന്നെ തെരഞ്ഞെടുത്ത് എന്തിനാന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആരാധിക്കാനും തോന്നുന്നത്. ഒരു കാരണം നമുക്കറിയാം, അത് എന്റെ പ്രവർത്തികൾ നിമിത്തം അല്ല എന്ന് മാത്രം ബൈബിൾ പറയുന്നു. എന്ത് കാരണമല്ല എന്ന് പറയുന്നുണ്ട്. എന്ത് കാരണത്തിന് വേണ്ടിയാന്ന് പറയുന്നില്ല. എന്നാൽ ബൈബിളിൽ ഒരു ഹോൾ പോയിന്റ് വ്യൂ നോക്കി കഴിയുമ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്, അല്ലെ? ദൈവം, അല്ലെങ്കിൽ ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിനാണ് ദൈവം അൾട്ടിമേറ്റ്ലി രക്ഷയെ പദ്ധതി ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നെ എന്തുകൊണ്ട് ഇതിനെ തെരഞ്ഞെടുത്തു, അല്ലെ? തെരഞ്ഞെടുക്കപ്പെടാത്തവരെ നോക്കി കഴിയുമ്പോൾ എന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. കാരണം ആ മെറിറ്റോറിയസ് ആയിട്ടുള്ള പൊസിഷൻ എനിക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നിലുള്ള പ്രവൃത്തി കണ്ടിട്ടല്ല എന്ന് എനിക്കറിയാം. ആ എന്നിലുള്ള പ്രവൃത്തി കണ്ടിട്ടല്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് എന്റെ രക്ഷയെ ഓർത്ത് എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ചില അറിവില്ലായ്മകൾ നമുക്ക് കൂടുതൽ മഹത്വപ്പെടുത്താൻ കഴിയും. കർത്താവ്, എനിക്ക് അറിയത്തില്ല എന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, എന്നിലുള്ള പ്രവൃത്തി കണ്ടിട്ടല്ല എന്നുള്ളത് ഒരു കാര്യം അറിയാം. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥതയും ദൈവത്തിൽ ആശ്വാസവും നിന്നെ മഹത്വപ്പെടുത്താനുള്ള ആ ഒരു വഴിയുമുണ്ട്. നമ്മുടെ ആരാധന, നമ്മൾ ആരാധന ശരിക്കും കുമ്പിട്ട് വീഴുവല്ല. നമ്മൾ കുമ്പിട്ട് വീണു പോകുന്നു, എന്റെ ദൈവമേ എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ട് നീ എന്നെ തെരഞ്ഞെടുത്തത്. അത് പറയുമ്പോൾ നമ്മൾ കുമ്പിട്ട് വീണു പോവുകയാണ്, അല്ലെ? ആ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നോക്കി കഴിയുമ്പം എനിക്ക് പകരം അവൻ ഈ ശിക്ഷയേക്കാൻ, എനിക്ക് പകരം നിത്യതയ്ക്ക് കാലത്തിന് മുമ്പ് തന്നെ ഈ ഡിഗ്രിയുടെ പൊസിഷനോട്ട് ഇറങ്ങാൻ, എന്നെ അവിടെ തിരഞ്ഞെടുക്കാൻ എന്ത് കണ്ടിട്ടാണ് കർത്താവെ എന്ന് എനിക്കറിയത്തില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ വീണു പോവുക ചെയ്യുന്ന ആ കുഞ്ഞാടിന്റെ മുമ്പിൽ. കാരണം എനിക്കൊന്നും പ്രൊക്ലെയിം ചെയ്യാനില്ല. എന്റെ രക്ഷയ്ക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്നും എനിക്ക് പറയാനില്ല. ഒരു ഭക്തൻ പറയുന്ന പോലെ, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കാര്യം എന്റെ പാപം മാത്രമാണ് എന്റെ രക്ഷയ്ക്ക് വേണ്ടി. അത് പോസിബിൾ, അതിന്റെ ആവശ്യകത ഉളവാക്കി എന്റെ പാപം മാത്രമാണ് എന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നിൽ നിന്നുണ്ടായത്. എല്ലാം ക്രിസ്തുവാണ് ചെയ്തത്. കാരണം ക്രിസ്തുവിലാണ് ദൈവം ഈ രക്ഷയെ പ്ലാൻ ചെയ്തത്, അല്ലെ? അപ്പൊ ക്രിസ്തു എവിടൊക്കെ പോകുന്നോ അത് നോക്കിയാണ് കർത്താവ് രക്ഷയെ പൂർത്തീകരിക്കുന്നത്. അപ്പൊ ക്രിസ്തു എവിടൊക്കെ പോകേണ്ടി വന്നു രക്ഷയ്ക്ക് വേണ്ടി? കാലത്തിന് മുമ്പേ ഡീഗ്രേഡ് പൊസിഷനോട്ട് ഇറങ്ങി നമ്മളെ വഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയെ ജനിച്ച് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായി ജനിച്ചിട്ട്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ, ആ ജഡത്തിന്റെ ബലഹീനതയിലുള്ളവരെ, പാപത്തിന്റെ നേച്ചറിലുള്ളവരെ, ആദാമിന്റെ പ്രതിരൂപത്തിൽ ജനിച്ച് ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ എന്ത് ചെയ്തു? ദൈവത്തോട് ശത്രുത്വമുള്ളവരെ, അല്ലെ? റോമാലേഖനം പഠിച്ചു കഴിയുമ്പോൾ 3 തരത്തിലുള്ള ബലഹീനതകൾ കാണും. ഒന്ന് പാപം, ഒന്ന് ബലഹീനത, ഒന്ന് ശത്രുത്വം. ഇത് മൂന്നിനും പരിഹാരമായിട്ട് കർത്താവിന്റെ ആ ഏക മരണം എന്ത് ചെയ്തു? നമുക്ക് രക്ഷയെ
സാധ്യമാക്കി തന്നു. അപ്പൊ രക്ഷ സംഭവിച്ചത് നിത്യതയിലാണ്. പക്ഷെ സമയത്തിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്? ഇത് റിവീൽ ചെയ്യപ്പെടുകയായിരുന്നു, അല്ലെ? അതാണ് എന്റെ ഇടയ്ക്കത്തെ ഭാഗം, ആ സാൻഡ്വിച്ച് പോലെ കിടക്കുന്ന ഇടയ്ക്കത്തെ വാക്യങ്ങൾ അതാണ്. അപ്പം ആ രക്ഷയുടെ ഒറ്റ ഉദ്ദേശം, അല്ലെ, രക്ഷ സംഭവിച്ചത് ആ 9 വാക്യം തുടങ്ങുന്നതും അതിന്റെ അവസാനത്തെ സെന്റൻസ് മലയാളം ബൈബിൾ വായിക്കുമ്പോൾ നമ്മളെ രക്ഷയ്ക്ക് വിശുദ്ധി കൊണ്ട് വിളിക്കുകയും ചെയ്ത നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമുള്ളത് അത്ര. അപ്പൊ തന്റെ കൃപയെ ദൈവത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തു? തന്റെ രക്ഷയെ ദൈവം നിർണയിച്ചു, അല്ലെ? സാധിച്ചെടുത്തു. എന്നിട്ട് സമയത്തിന്റെ അകത്ത് ചെയ്ത കാര്യമാണ് അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെൻ വി കൺസിഡർ ദ ടൈം, അവിടെ ടൈമിന്റെ ഒരു എലമെന്റ് വരും. അപ്പം എറ്റേണിറ്റിയെയും ടൈമിനെയും ബന്ധിപ്പിക്കുകയാണ് ഈ രണ്ട് വാക്യങ്ങൾ. എറ്റേണിറ്റിയിൽ രക്ഷ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ടൈമിന്റെ അകത്ത് നടന്ന എന്താണ്? മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ സമയത്തിന്റെ അകത്ത് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? മരണം നീക്കി സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി. മനസ്സിലായോ? എറ്റേണിറ്റിയിൽ എന്ത് സംഭവിച്ചു? തന്റെ സ്വന്തം നിർണയത്തിന് കൃപയ്ക്കും ഒത്തവണ്ണം ദൈവം രക്ഷ ഒരുക്കി, ക്രിസ്തുവിൽ രക്ഷയൊരുക്കി. അപ്പൊ നമ്മൾ അവിടെ ഇല്ല. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചയിൽ, ദൈവത്തിന്റെ ആ ഒരു അനാദി നിർണയത്തെ വ്യൂവില് നമ്മള് എന്തുണ്ട്? ക്രിസ്തുവിലുണ്ട്. ഫിസിക്കലി നമ്മൾ അവിടെ ഇല്ലെങ്കിലും ദൈവത്തിന്റെ കൺസിഡറേഷൻ, ദൈവത്തിന്റെ കാഴ്ചയിൽ നമ്മൾ അവിടെ ഉണ്ട്. എറ്റേണിറ്റി അത് നടന്നു കഴിഞ്ഞു. ഇനി സമയത്തെ ദൈവം സൃഷ്ടിച്ചു കഴിയുമ്പോൾ സമയത്തിന്റെ അകത്ത് എന്താണ് ദൈവം ചെയ്തത്? ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഭൂമിയിലേക്ക് വരുത്തി, അല്ലെ? നമ്മളെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ, ആ പ്രത്യക്ഷതയാൽ നമുക്ക് എന്ത് പറ്റി? ദൈവം എറ്റേണിറ്റിയിൽ എന്ത് പദ്ധതി ചെയ്തോ അത് വെളിപ്പെടുത്തി, അല്ലെ? പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായി. അപ്പൊ ദൈവം എറ്റേണിറ്റിയിൽ എന്ത് പദ്ധതി ചെയ്തോ അതിന്റെ വെളിപ്പാട്, അതിന്റെ റിവീലേഷൻ, അതിന്റെ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ വെളിപ്പാടാണ് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതിടയിൽ തീർന്നത്. സ്തോത്രം. ഭൂമിയിൽ അവൻ ക്രൂശിക്കപ്പെടുന്നുവെങ്കിലും ദൈവത്തിന്റെ കാഴ്ചയിൽ അത് എറ്റേണിറ്റിയിൽ എപ്പോഴും എന്താണ്? നമുക്ക് പകരക്കാരനായിട്ട് അവൻ എന്ത് ചെയ്യണം? ആ വേദന അനുഭവിച്ചവനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കാഴ്ച നോക്കിക്കഴിയുമ്പോൾ എന്താണ്? ഒരിക്കലായിട്ട് അവൻ ഭൂമിയിൽ വന്ന് അർപ്പിച്ച യാഗം ഒരു നിത്യയാഗമായിട്ടാണ് ദൈവം കാണും. പക്ഷെ നമുക്ക് ഈ സമയത്തിന്റെ അകത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇപ്പോൾ സമയത്തിന്റെ കണ്ണാടിയോടെ നോക്കിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് സുവിശേഷത്തിലൂടെ എനിക്ക് വെളിപ്പെട്ടു. ദൈവം ഇത് എറ്റേണിറ്റിയിൽ ഡിസൈൻ ചെയ്ത രക്ഷയാണ്, സുവിശേഷത്തിലൂടെ എനിക്ക് വെളിപ്പെടുകയാണ്. ഇറ്റ് ഈസ് റിവീലിംഗ് ദ സാൽവേഷൻ. പിന്നെ ജീവനും അക്ഷയതയും സുവിശേഷം കൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. അവന്റെ പ്രത്യക്ഷത സംഭവിച്ചു. അവന്റെ മരണത്താൽ എന്ത് ചെയ്തു? അവൻ മരണം നീക്കുവാൻ ഇടയായി തീർന്നു, അല്ലെ? അപ്പം ആ ലോകസ്ഥാപനത്തിന് മുമ്പേ അർപ്പിതപ്പെട്ട കുഞ്ഞാടിന്റെ അർപ്പിതനായി നിൽക്കുന്ന ആ കുഞ്ഞാടിന്റെ ഡീഗ്രേഡ് പൊസിഷൻ സമയത്തിന്റെ അകത്ത് വന്ന് എന്ത് ചെയ്തു? അവന് ഒരിക്കലായിട്ട് അത് ആ യാഗം സ്ഥാപിക്കുവാനിടയായി തീർന്നു. പക്ഷെ ദൈവത്തിന്റെ വീപ്പോയിൽ നോക്കിക്കഴിയുമ്പോൾ ആ യാഗത്തിന്റെ എഫക്റ്റ് എന്താണ്? എറ്റേണിറ്റിയിൽ. അതുകൊണ്ടാണ് നിത്യനിയമത്തിന്റെ രക്തത്താൽ എന്ന് പറയാൻ കാരണമെങ്കിൽ ആ നിത്യതയിൽ നിന്നും വന്ന കർത്താവിന്റെ ആ യാഗത്തിന്റെ എഫക്റ്റ് ആണ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആ യാഗത്തിന്റെ എഫക്റ്റ് അല്പകാലത്തേക്ക് നിൽക്കുമെന്ന്. പഴയ നിയമത്തിൽ നോക്കിക്കഴിയുമ്പോൾ ആ യാഗങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ആ രക്തം വീണ് കഴിയുമ്പോൾ സമയം മുന്നോട്ട് പോകുന്നവർ ആ രക്തം ഉണങ്ങി പോകുമായിരുന്നു, അല്ലെ? 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ അർപ്പിക്കപ്പെട്ട രക്തം ഉണങ്ങി പോകും. കാരണം സമയത്തിന് കീഴിലാണ് യാഗം നടന്നത്. പക്ഷെങ്കിൽ കർത്താവിന്റെ യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നതാണ്. കൈപ്പണി അല്ലാത്ത ആ ഒരു കൂടാരത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന അർപ്പിത രക്തമാണ്. അപ്പം ദൈവത്തിന്റെ യാഗത്തെ ദൈവം എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? ഒരു എറ്റേണിറ്റി റിയാലിറ്റിയിലാണ് ദൈവം കൺസിഡർ ചെയ്യുന്നത്. കാരണം പുത്രൻ എറ്റേണൽ ക്യാരക്ടർ, അല്ലെ? പുത്രൻ എന്ന് പറയുന്നത് സമയത്തിന് കീഴിലുള്ള വ്യക്തിയല്ല. പുത്രൻ എന്ന് പറയുന്നത് എറ്റേണൽ ഗോഡാണ്. അപ്പം സമയത്തെ ഭേദിക്കുന്ന ഒരു യാഗം, സമയത്തിന്റെ ലിമിറ്റേഷന് ഉൾക്കൊള്ളാത്തൊരു യാഗം ആകണമെങ്കിൽ ആര് തന്നെ വരണമായിരുന്നു? പുത്രൻ തന്നെ വരണമായിരുന്നു. ഈ ഭൂമിയിൽ എന്തുകൊണ്ടും യാഗം കഴിച്ചായിരുന്നെങ്കിൽ അത് സമയത്തിന് കീഴിലുള്ളതായതുകൊണ്ട് അത് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് വാലിഡിറ്റി ഉണ്ട്, അല്ല? അതുകൊണ്ടാണ് യാഗങ്ങളെ റിപ്പീറ്റഡ് ആക്കിക്കൊണ്ട് ചെയ്യേണ്ടി വന്നിരുന്നത് പഴയ നിയമത്തിൽ. കാരണം സമയം എന്ന ലിമിറ്റേഷൻ അപ്ലിക്കബിൾ. കഴിഞ്ഞ ആഴ്ച കഴിച്ച യാഗം അതിന് മുമ്പത്തെ ആഴ്ച പാപത്തിന്റെ ഉണ്ടാകുന്നത്. ഇപ്പൊ പിന്നെയും എനിക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ പിന്നെയും അത് യാഗം അർപ്പിക്കുന്നു. കാരണം ആ രക്തം ഉണങ്ങിപ്പോയി, അത് പിന്നെ സംസാരിക്കുന്നില്ല, എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നില്ല. കാരണം അതിന്റെ സമയം അതിനെ എന്ത് ചെയ്തു? പഴയതാക്കി കളഞ്ഞു. പക്ഷെ നിത്യ നിയമത്തിന്റെ യാഗം എന്ന് പറയുന്നത് എന്താണ്? എറ്റേണിറ്റിയിലുള്ള ഒരു വ്യക്തി
സമയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വരണം, അല്ലെ? അപ്പം ആ, ഇപ്പം എന്താണ് പറയാൻ പറ്റുന്നത്? ഇപ്പം ഒരു ബോർഡൊക്കെ ഉണ്ടെ വരച്ച് കാണിക്കാറ്, ആ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ വെളിയിലുള്ളൊരു കാര്യം എന്ത് ചെയ്യാൻ കഴിയും? ആ ടൈം ലൈനിന്റെ ഏത് സമയത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും, അല്ലെ? ഇപ്പം ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന് വെളിയിലുള്ള ലൈൻ ഒരു ടൈം ലൈൻ ആണെങ്കിൽ അതിന് വെളിയിൽ ഒരു യാഗം നടന്നതായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ യാഗത്തിന് ഇപ്പോൾ 7:30-ക്കും നാളെ വൈകിട്ട് 7:30-ക്കും ഇന്നലെ 7:30-ക്കും ഒരുപോലെ എല്ലാ സമയത്തേക്കും ഒരുപോലെ ഗുണകരമായി സംസാരിക്കാൻ ആ യാഗത്തിന് കഴിയും. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ രക്ഷയെ രണ്ട് കാര്യങ്ങളെ ഉറപ്പിച്ചു. ഒന്ന് സമയത്തിന് മുമ്പ്, രണ്ട് പുത്രനിൽ, ക്രിസ്തുവിൽ. ഈ രണ്ട് പോസിബിലിറ്റി ക്രിസ്തുവിനെ പറ്റത്തുള്ളായിരുന്നു. സമയത്തിനകത്ത് ദൈവത്തിന് രക്ഷയെ അങ്ങനെയല്ല ദൈവം പദ്ധതി ചെയ്ത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് നിലനിൽക്കത്തില്ലായിരുന്നു. കാരണം സമയം മാറുന്നതനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവം മാറും. സമയം മാറുന്നതനുസരിച്ച് യാഗത്തിന്റെ വാലിഡിറ്റി തീരും. എന്നാൽ ദൈവം നമ്മുടെ രക്ഷയെ പദ്ധതി ചെയ്ത് സമയത്തിന് വെളിയിലായതുകൊണ്ട് ഏത് സമയത്തും സദാസമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ രക്ഷയുടെ നിർണയത്തിൽ ജീവിക്കാൻ കഴിയും. ഏത് സമയത്തും ആ രക്തം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നീതിക്കായി സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ഒരിക്കലും നമ്മുടെ രക്ഷയെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയോട് കണക്ട് ചെയ്യരുത്. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനും ഇതിന്റെ അകത്ത് ആഡ് ചെയ്യരുത്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പേ, നമ്മുടെ പേരൻസ് നമ്മളെ കാണുന്നതിന് മുമ്പേ, ഈ ഭൂമി പോലും നമ്മൾ അറിയുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ഒരൊറ്റ കോൺട്രിബ്യൂഷനിൽ, ആ കോൺട്രിബ്യൂഷൻ ആരാണ്? തന്റെ പുത്രന്. ആ പുത്രനെ എന്ത് ചെയ്തു? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പകരമാക്കി നിർത്തി. അവനെ നിർണയിച്ചത് മുഖാന്തരം എന്ത് ചെയ്തു? നമുക്ക് രക്ഷ സാധ്യമായി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ ഒറ്റ കോൺട്രിബ്യൂഷൻ ആണ് രക്ഷ സാധ്യമായത്. ആ തന്റെ പുത്രനെ കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം. ആ പുത്രൻ നിത്യനായതുകൊണ്ട് അവന്റെ യാഗവും നിത്യമാണ്. ഓക്കെ. ഇനി വിശുദ്ധ വിളി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? നിത്യതയ്ക്ക് മുമ്പേ വിശുദ്ധ വിളി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് എഫക്റ്റഡ് ആയത് എപ്പോഴാണ്? സമയത്തിന്റെ അകത്ത് നമ്മൾ ആ സുവിശേഷം കേട്ടപ്പോഴാണ്. അതുകൊണ്ട് സുവിശേഷം കൊണ്ട് നമുക്ക് ജീവനും അക്ഷയതയും വെളിപ്പെട്ട, അല്ലെ? അത് നിത്യതയിൽ സംഭവിച്ച വിളി സമയത്തിന്റെ അകത്ത് നമുക്ക് റിവീൽ ചെയ്യപ്പെടുക ചെയ്യുന്നു, അല്ലെ? നമുക്ക് ബുദ്ധിപരമായി മനസ്സിലാക്കി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആത്മാവ് ചിന്തിച്ചിരുന്ന് നമുക്ക് മനസ്സിലാവും. നിത്യതയിൽ എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്നെ രക്ഷിച്ചു, ക്രിസ്തുവിലാക്കി എന്നെ രക്ഷിച്ചു. എന്നിട്ട് സമയത്തിന്റെ അകത്ത് നമ്മൾ ജനിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട ആ ദിവസത്തിൽ എന്ത് സംഭവിച്ചേ? നിത്യതയിലുള്ള ആ യാഥാർത്ഥ്യത്തെ സുവിശേഷത്തിലൂടെ ആ വിളിയെ എനിക്ക് എഫക്ച്വൽ ആക്കുമായിരുന്നു, അല്ലെ? എനിക്കത് ആപ്ലിക്കബിൾ ആക്കുമായിരുന്നു. എന്റെ രക്ഷയെ അത് സാധ്യമാക്കുമായിരുന്നു. എന്നുവെച്ചാൽ നിത്യതയിൽ സംഭവിച്ച ഒരു കാര്യം സമയത്തിന്റെ അകത്ത് മിസ്സായി പോകത്തില്ല, അല്ലെ? ദൈവം നിത്യതയിൽ കൺസിഡർ ചെയ്ത് എന്റെ രക്ഷ ഒരിക്കലും ഞാൻ ജീവിച്ചു പോകുന്ന എന്റെ ഈ ജീവിതകാലത്തിന്റെ അകത്ത് മിസ്സായി പോകത്തില്ല. അതെന്ത് ചെയ്യും? അത് എനിക്ക് ജീവിതത്തിൽ അത് എഫക്ച്വൽ ആയിട്ട് വരും. ഒരാള് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇട്ടിട്ടുണ്ട്, ഞാൻ വായിക്കാം. മുൻ നിയമിക്കാം. ഓക്കെ. അവനെ നാം അവകാശം പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നതിന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടിൽ ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടത് തന്നെ. അവനെ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, അപ്പം ദൈവത്തിന്റെ നിർണയം അവിടെ സംഭവിച്ചു. ഓക്കെ, താങ്ക്സ് ഫോർ ദ വേഴ്സ്. അവന്റെ നിർണയത്താൽ ക്രിസ്തുവിൽ അത് സംഭവിച്ചു. ഇപ്പോൾ എന്ത് ചെയ്തു? സുവിശേഷം മുഖാന്തരം നമുക്ക് ആ സത്യവചനം കേൾക്കുകയും അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പം രക്ഷ നമുക്ക് പോസിബിൾ ആയത് സമയത്തിന്റെ അകത്ത് ദൈവം എന്ത് ചെയ്തു? നമുക്കിത് സുവിശേഷം മുഖാന്തരം റിവീൽ ചെയ്യപ്പെട്ടു. അവിടെ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തിന് മഹത്വത്തിന് വേണ്ടിയാണെന്നൂടെ എഫേസ്യ ലേഖനം ആ റീസൺ കാണിക്കുന്നുണ്ട്, അല്ലെ? ഞാനത് മുമ്പേ എടുത്തു പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്റെ പ്രവർത്തിക്ക് നിമിത്തം അല്ലെന്നറിയാം. രണ്ട്, ദൈവത്തിന് മഹത്വത്തെ പുകഴ്ചയ്ക്ക് വേണ്ടിയാണ് അറിയാം. ഈ രണ്ട് റീസൺസ് ആണ് എനിക്ക് രക്ഷയെ കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു റീസൺസും എനിക്ക് പറയാനില്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഞാൻ മുഖാന്തരമല്ല. ഇനി മുന്നോട്ട് പോയി കഴിയുമ്പം അപ്പൊ നമ്മള് ഏതൊക്കെ വാക്കുകൾ കണ്ടു? വിശുദ്ധ വിളി കണ്ടു, സകല കാലത്തിന് മുമ്പേ എന്നുള്ളത് കണ്ടു, ക്രിസ്തുവേശുവിലാണ് നമ്മൾ കണ്ടു. ഇനി സമയത്തിന്റെ അകത്ത് എന്താണ്? മരണം നീക്കിന്ന് കണ്ടു. സുവിശേഷം കൊണ്ട് ജീവനാശ്ചര്യം വെളിപ്പെടുത്തി സമയത്തിന്റെ അകത്ത് റിവീൽ ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടിരിക്കുന്നതിന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ശരിക്കും ഈ കൃപ എന്ന് പറയുന്നത് ദൈവത്തിന് വോളണ്ടറി ആയിട്ട് ദൈവം കാണിച്ചിട്ടായിരുന്നു. ദൈവം ഒരിക്കലും നിർബന്ധിതനല്ലായിരുന്നു ഈ ഒരു രക്ഷ സാധ്യമാക്കാൻ. ദൈവം അങ്ങനെ നിർണയിച്ചതാണ്, ദൈവം അങ്ങനെ ഡിസിഷൻ എടുത്തതാണ് ഈ രക്ഷ സാധ്യമാക്കാൻ. ശരിക്കും ദൈവത്തിന് തന്നെ നീതിയെ വെളിപ്പെടുത്തിയാൽ മതിയായിരുന്നു. എന്താണ്? സകലരെയും
എന്താണ് ദൂതന്മാരെ ശിക്ഷ വിധിച്ചതുപോലെ തന്റെ നീതിയിൽ ദൈവത്തിന് എല്ലാവരെയും ശിക്ഷിച്ച് തള്ളിവിടാമായിരുന്നു. അപ്പൊ ദൈവത്തിന് നീതി മാത്രമേ ഡിസ്പ്ലേ ആവത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് തന്റെ കൃപയും കൂടെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള ആഗ്രഹം, എനിക്ക് എന്റെ കരുണയും ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് നമ്മുടെ രക്ഷയെ പോസിബിൾ ആക്കി. ദൈവം തന്നെ തീരുമാനിക്കുകയാണ് എന്റെ നീതിയെ മാത്രമല്ല, എനിക്ക് എന്റെ കരുണയും ഡിസ്പ്ലേ ചെയ്യണം. അപ്പം ഒരുപോലെ ആ ക്രൂശ് വരാനുള്ള കാരണം, കർത്താവിന്റെ ക്രൂശ് വരാനുള്ള കാരണം, അവിടെ നമ്മൾ കർത്താവിന്റെ നീതിയെയും കണ്ടു, നമ്മളോട് ഒഴുക്കപ്പെട്ട കർത്താവിന്റെ കരുണയും കണ്ടു. ഇപ്പൊ ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ നീതി മാത്രം വെളിപ്പെട്ടിട്ട് ദൂതന്മാര് പാടി പുകഴ്ത്തിയ രാപ്പകൽ, നീ എത്ര വിശുദ്ധനാണ് ദൈവമാണ്, എന്നെ പോലുള്ള പാപികൾ ഇതിന്റെ അകത്ത് കയറ്റാതെ ഇവരെ പിടിച്ച് തരകത്തിൽ തള്ളിയിട്ട വിശുദ്ധനായ ദൈവത്തിന് അവർ വീണ്ടും സ്തോത്രം പാടിയ. പക്ഷെ വീണ്ടെടുപ്പിൻ ഗാനം പാടാൻ അസാധ്യമായ ദൂതന്മാർക്ക് അവരുടെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? വീണ്ടെടുപ്പിന്റെ ഒരു ഗാനം കൂടെ നമുക്ക് പാടാൻ കഴിയുന്നുണ്ട്. അവർക്ക് പാടാൻ കഴിയാത്ത രക്ഷയുടെ ഒരു പാട്ട്, അല്ലെ, അമേസിംഗ് ഗ്രേസ് എന്നുള്ള പാട്ട്. നമ്മൾ രണ്ട് രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒന്ന്, ഹോളി യു ആർ ലോഡ്, ദൈവം ആരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്, അത് ദൂതന്മാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പാടാൻ കഴിയാത്തൊരു പാട്ടുണ്ട്, അമേസിംഗ് ഗ്രേസ് എന്ന പാട്ട്. വേറൊരു പാട്ട് തന്നെ പറയുന്നത്, വീണ്ടെടുപ്പിൻ ഗാനം പാടി ഞാൻ സിയോനിൽ വിൺദൂതർക്കും പാടാൻ അസാധ്യമേ. കാരണം ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് പാടാൻ, ആ കൃപയെക്കുറിച്ച് പാടാൻ, ആ യാഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഈ പൊടികളായ ഏഴകളായ പുഴുക്കളായ നമ്മളൊക്കെ ഒരു പാട്ടോടെ നമുക്ക് അഡീഷണൽ ദൈവം തരുമായിരുന്നു കരുണയെക്കുറിച്ച് പാടാൻ വേണ്ടി. അപ്പം ദൂതന്മാര് പാടിക്കഴിയുമ്പോൾ ആ നീതിയും വിശുദ്ധിയും ഒക്കെ തിളങ്ങി നിൽക്കുക ദൈവത്തിന്റെ ക്യാരക്ടർ, അല്ലെ. മഹത്വത്തിന്റെ പുകഴ്ചയിൽ എന്തൊക്കെയാണ് തെളിഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ നീതി, വിശുദ്ധി, ആ ശക്തി, ഇതെല്ലാം വിളങ്ങി നിൽക്കുക. പക്ഷെ ദൈവത്തിന്റെ കരുണയും കൃപയും കൂടെ തന്റെ മഹത്വത്തിൽ വിളങ്ങി നിൽക്കണം വേണ്ടി എന്ത് ചെയ്തു? ദൈവം ഈ രക്ഷയെ പദ്ധതി ചെയ്തു. ദൈവം തീരുമാനിക്കുകയാണ്, എനിക്കെന്റെ നീതിയെ മാത്രമല്ല, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാത്ത എനിക്ക് സ്നേഹവും ഉണ്ടെന്നുള്ള ക്യാരക്ടറെ വെളിപ്പെടുത്തും. അപ്പൊ സൃഷ്ടിയെ നോക്കിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ വിളങ്ങി നിന്നുകൊണ്ടാണ് സൃഷ്ടിയെ നോക്കിക്കഴിയുമ്പോൾ സൃഷ്ടികൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധിയെ നോക്കിയിട്ട് ദൈവത്തിന്റെ വിശുദ്ധി കണ്ടുകൊണ്ട്, നീതിയെ കണ്ടുകൊണ്ട് ദൂതന്മാർ ആരാധിക്കുകയാണ്. അപ്പൊ ദൂതന്മാര് പോലും കുനിഞ്ഞു നോക്കുകയാണ്. ഇവിടെ വേറൊരു പാട്ട് കേൾക്കുക, കൃപയുടെ ഒരു പാട്ട്, അല്ലെ. ദൂതന്മാര് ഒരു കുനിഞ്ഞു നോക്കുമ്പോൾ സഭയിൽ കാണുന്ന എന്താണ്? വേറെ കുറെ പാവികൾ ചേർന്ന് വന്നുകൊണ്ട് വേറൊരു ദൈവത്തിന്റെ ക്യാരക്ടറിനെ എടുത്ത് പാടുകയാണ്. അതാണ് കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ഏതാണ്? ദൈവത്തിന്റെ ആ സ്വന്തം നിർണയത്തിൽ വെളിപ്പെട്ട ആ കൃപ വെളിപ്പെട്ടു. ആ കൃപയെക്കുറിച്ച് പാടുന്ന ഒരു കൂട്ടരായിട്ട് ഇതാണ് നമ്മൾ വേർതിരിച്ചിരിക്കുക. ഈ രക്ഷയെ പിടിച്ചുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അതിനെ വികലമാക്കി കളഞ്ഞത്. മനുഷ്യന്റെ പ്രവൃത്തികളോട് കൂടെ ചേർത്ത് നിർത്തി ദൈവത്തെ കൂടുതൽ അപമാനിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തി കൂടെ വേണം രക്ഷ ബുദ്ധിമാക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. ഇത്രയും കാര്യങ്ങൾ ദൈവം ചെയ്തു വെച്ചിട്ടും വീണ്ടും നമ്മുടെ രക്ഷയും കൂടെ ഇതിനോട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര ദൈവത്തെ കൂടുതൽ നിന്ദിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാനുള്ള കാരണമായിട്ടാണ് ദൈവം രക്ഷയെ പദ്ധതി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ വേണമെന്ന് പറയും കഴിയുമ്പോൾ ദൈവം എക്സ്പെക്ട് ചെയ്ത് ആരാധനയ്ക്ക് പകരം ദൈവത്തെ നിന്നേ പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ക്ഷമിച്ച ദൈവം ഓരോരുത്തർക്ക് നമുക്ക് ലഭിച്ച വെളിപ്പാട് എല്ലാവർക്കും കൊടുക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? തന്റെ കൃപ ആന്റി ആ വാക്കിയോട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതോടെ ചേർത്ത് പറഞ്ഞത്. ദൈവത്തിന്റെ കൃപ മഹത്വത്തിന് പുകഴ്ച വെളിപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ കൃപയും കൂടെ കാണിച്ചു. കൃപയും കൂടെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഡിസ്പ്ലേ കൊണ്ടുവരാൻ വേണ്ടി, വിശുദ്ധി മാത്രമല്ല, നീതി മാത്രമല്ല, കൃപയും കരുണയും കൂടെ മഹത്വത്തിന്റെ ഡിസ്പ്ലേ കൊണ്ടുവരാൻ വേണ്ടി ഈ രക്ഷയും കൂടെ ദൈവത്തിൽ പ്ലാൻ ചെയ്തത്. ദൈവത്തിന്റെ വോളണ്ടറി ഡിസിഷൻ ആണ്. ദൈവം അതിന്റെ അകത്ത് നിർബന്ധിതനല്ലായിരുന്നു ആ രക്ഷയെ തെരഞ്ഞെടുക്കാൻ. എല്ലാവരും ഒരുപോലെ, ഇപ്പോഴും എല്ലാവരും ഒരുപോലെ നരകത്തിൽ തള്ളിയിട്ടാലും ദൈവം നീതിമാനാണ്. ദൈവത്തെ ആർക്കും ചോദ്യം ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ തീരുമാനങ്ങൾ അവന്റെ വോളണ്ടറി ഡിസിഷൻ ആണ്. ആ ഡിസിഷൻ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിന്റെ കാരണം ഒന്നാമത് മഹത്വം ഉണ്ടാകണം. കൃപ വഴി ദൈവത്തിന് മഹത്വം ഉണ്ടാക്കണം, അത് വായിച്ച വാക്യ പ്രകാരം. വേറൊരു കാരണം നമുക്കറിയത്തില്ലെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ, അല്ലെ. ചില കാര്യങ്ങൾ അറിയത്തില്ലാത്തതാണ് കൂടുതൽ മഹത്വം ഉണ്ടാക്കുന്നത്. അതറിയില്ല. പിന്നെ ഞാൻ തുണി മാറണോണ്ട് ഒരാളെ മ്യൂട്ട് ചെയ്തിട്ട് ആ സുവിശേഷത്തിന് അപ്പം സ്വന്തമായ അപ്പം പൗലോസ് എന്താണ് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്? തിമോഥെയോസിനെ ഈ വേലയിൽ ഉത്സാഹിപ്പിക്കുക എന്നുള്ള, അല്ലെ. ഇത്ര മഹത്വകരമായിട്ടൊരു സുവിശേഷമാണ് നമ്മുടെ ഈ കിട്ടിയേക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് 11-ാം വാക്യത്തിൽ. അല്ലെ, മനുഷ്യന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യപ്പെടാത്ത,
നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്ത് നടക്കുമെന്ന് ഉറപ്പുള്ള ഈ സമയത്തിന്റെ അകത്ത് നടക്കാതെ മിസ്സാകത്തില്ല. നിത്യതയിൽ ഒരു കാര്യം ദൈവം പ്ലാൻ ചെയ്താൽ അതിന്റെ ഒരു പ്രകമ്പനം സമയത്തിന്റെ അകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഒരു വേവ് സമയത്തിന്റെ അകത്ത് സംഭവിച്ചിരിക്കും. അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ സുവിശേഷം കേട്ടത്. നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്തു. ഈ സമയത്ത് എന്റെ രക്ഷ പ്ലാൻ ചെയ്തപ്പോൾ ദൈവത്തിന്റെ സമയത്ത് നമ്മൾ ആ സുവിശേഷം കേട്ടു. അങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടായി. അങ്ങനെ നമ്മൾ അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള സുവിശേഷത്തിനാണ് ഞാൻ പ്രസംഗി അപ്പോസ്തലനും ഉപദേഷ്ടാവുമായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഓക്കെ. അപ്പൊ മുമ്പ് നമ്മൾ കണ്ടു, ഭയപ്പെടാതിരിക്കാൻ, ലജ്ജിക്കാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നു എന്ന് കാണുന്നു. അത് ശക്തിയുടെ സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവാണ് കണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് ഇനി ലജ്ജിക്കാതിരിക്കാതിരിക്കാൻ നമ്മൾ പറയുന്ന സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിലും ഇത് മഹത്വമുള്ള സുവിശേഷമാണ്. കാരണം ദൈവം നിത്യതയിൽ ചെയ്ത ഇപ്പോൾ അത് നടക്കുമെന്ന് ഉറപ്പുള്ള ശക്തിയുള്ള ഒരു കാര്യമാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നതെന്നാണ് പൗലോസ് പറഞ്ഞത്. എന്നോട് കൂടെ കഷ്ടം സഹിക്കാൻ വേണ്ടി നീ ഇറങ്ങാൻ വേണ്ടി നമ്മൾ 8-ാം വാക്യത്തിൽ കണ്ടു. ഒരു മിനിറ്റ്. ഓക്കെ, സോറി, ഡിസ്റ്റർബൻസ് ഉണ്ടായി, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പം എന്നോടുകൂടെ കഷ്ടം സഹിക്കാൻ വേണ്ടിയാണ് പൗലോസ് തിമോഥെയോസിനെ വിളിക്കുന്നത് ഈ സുവിശേഷ നിമിത്തം. എന്നിട്ട് ആത്മാവിന്റെ കാര്യത്തിൽ ആശ്രയിക്കാൻ പറയുന്നുണ്ട്. ഇനി ഇവിടെ അടുത്ത് പറയുകയാണ്, നീ കഷ്ടം സഹിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്ന ഈ സുവിശേഷം, ഞാൻ എന്തുകൊണ്ടാണ് ഇത് സഹിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ലജ്ജിക്കാത്തത്? പിന്നെ അൺമ്യൂട്ട് ആവുകയാണല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് സഹിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ ആ സുവിശേഷമാണ് പറയുന്നത്. ഏത് സുവിശേഷം? സകല കാലത്തിന് മുമ്പേ ഒരുക്കിയ രക്ഷയുടെ സുവിശേഷം. ദൈവത്തിന്റെ സ്വന്തം നിർണയ പ്രകാരം ദൈവം കൃപയ്ക്കൊത്തവണ്ണം വെളിപ്പെടുത്തിയ സുവിശേഷം. എന്നിട്ട് അത് വെളിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വന്ന് മരണം നീക്കി സുവിശേഷം പറഞ്ഞ ആ കാര്യം വെച്ചുകൊണ്ടാണ്. അപ്പം ദൈവത്തെ പ്രതിയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ആ ക്രിസ്തുവിനെ പ്രതിയാണ് ഈ സുവിശേഷത്തിന് വേണ്ടി ലജ്ജയില്ലാതെ ഇറങ്ങാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഇത് സംഭവിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇത് വിശുദ്ധ വിളിയായിട്ട് അവനെ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് പൗലോസിനുണ്ട്, അല്ലെ? നശിച്ചു പോകുന്നവർക്ക് ഇത് പോഷത്വമാണ്. എന്നാൽ ചിലർക്ക് അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എന്താണ്? അത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയെ വെളിപ്പെടുത്താൻ ശക്തിയുള്ള ഒരു സുവിശേഷമാണിത്. കാരണം ഈ സുവിശേഷം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇത് എന്റെ സമയത്തിന്റെ അകത്ത് ഞാനൊരു വാക്കായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് ഇൻവോക്ക് ചെയ്യുന്ന ഏത് കാര്യത്തെയാണ്? അത് സാധ്യമാക്കുന്ന ഏതൊരു കാര്യത്തെയാണ്? നിത്യതയിൽ ദൈവം ക്രിസ്തുവിൽ പ്ലാൻ ചെയ്ത രക്ഷയാണ് അത് ഇൻവോക്ക് ചെയ്യുന്നത്, അല്ലെ? ഞാൻ സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ നിത്യതയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ആ നിത്യതയിൽ സംഭവിച്ച രക്ഷയാണ് ഒരു വ്യക്തിയുടെ ചെവിയിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ പ്രവൃത്തികളില്ല, എനിക്ക് എന്റെ പ്രസംഗത്തിന്റെ കഴിവുകളില്ല, എന്റെ പ്രായത്തിന്റെ ബലഹീനത നോക്കണ്ട, അല്ലെ? എന്റെ വാക്ചാതുര്യത്തിന്റെ ശക്തി നോക്കണ്ട. ഞാൻ സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ലജ്ജിക്കാതെ ഭയക്കാതെ പറയാനുള്ള ഒരൊറ്റ കാരണം ഈ സുവിശേഷത്തിന് അതിൻ്റെതായ ശക്തി ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തല ഉപദേശമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. തന്റെ സഹനത്തിന്റെ റീസൺ പറയുകയാണ്. ഈ സുവിശേഷം എന്താണ്? പവർഫുൾ ഗോസ്പലാണ്. അത് രക്ഷയ്ക്ക് ഉതകുന്ന ഗോസ്പലാണ്. എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പം ക്രിസ്തുവിലാണ് നമ്മുടെ രക്ഷയെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുലുങ്ങി പോകണമെങ്കിൽ ആദ്യം കുലുങ്ങണം? ക്രിസ്തു കുലുങ്ങണം, അല്ലെ? നീതിമാനെ ദൈവം ഉറപ്പുള്ള പാറമേലെ നിർത്തിയേക്കുന്നത്. അപ്പൊ നീതിമാൻ കുലുങ്ങണേ ആര് കുലുങ്ങണം? ആദ്യം ആ പാറ കുലുങ്ങണം, അല്ലെ? നമ്മൾ കുലുങ്ങി പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ ക്രിസ്തുവിലാണ് നിന്റെ രക്ഷയെ സാധ്യമാക്കി വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ അറിവ് എന്താണ്? ആ രക്ഷാ നിർണയത്തെ സൂചിപ്പിക്കുകയാണ്.
ഈ രക്ഷാനിർണയത്തിന്റെ സുവിശേഷമാണ് പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അകത്ത് ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇത് കഷ്ടം സഹിക്കാൻ, പ്രിവിലേജോടുകൂടെ സഹിക്കാനുള്ള കോളിംഗ് ആണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ്. കാരണം എന്നിൽ ഒരു പ്രവൃത്തിയും നോക്കിയിട്ടല്ലായിരുന്നു ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. എന്നെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ എന്നിൽ ഒരു ക്വാളിറ്റി ദൈവം നോക്കിയില്ല. അതുകൊണ്ട് എന്റെ ക്വാളിറ്റിയിലെ ഏറ്റക്കുറച്ചിലുകൾ എന്റെ രക്ഷയെയും ബാധിക്കുന്നില്ല. സ്തോത്രം. കാരണം എന്റെ രക്ഷയുടെ ആധാരം ക്രിസ്തുവാണ്, എന്റെ രക്ഷയുടെ പൂർത്തീകരണം ക്രിസ്തുവാണ്, എല്ലാം ക്രിസ്തുവാണ്. അവൻ എന്റെ ഉപനിധി. ആ ക്രിസ്തുവിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണ്, ക്രിസ്തുവിൽ ആണ് എന്റെ രക്ഷയുടെ നിർണ്ണയം ഇരിക്കുന്നത്. ഈ രക്ഷയെ പ്രഘോഷിപ്പിക്കുന്നതാണ് ഇത്. ഈ രക്ഷയെ അടുത്ത ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നിമിത്തം ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇത് എതിർക്കുന്നുണ്ടെങ്കിൽ ഇത് വിളിക്കപ്പെടാത്തവർക്കാണ് അവർക്ക് എതിർപ്പുണ്ടാകുന്നത്. അവര് നശിച്ചു പോകുന്നവർക്ക് ഇത് വീണ്ടും മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. പക്ഷെങ്കിൽ ജീവനായി തെരഞ്ഞെടുക്കപ്പെട്ടവർ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർക്ക് ഇത് ജീവനിൽ നിന്ന് ജീവനെങ്കിലേക്കുള്ള വാസനയാണ്. സ്തോത്രം. അപ്പം ക്രിസ്തുവിനെ ഒരു ഉപനിധിയായിട്ടാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ക്രിസ്തു എന്നെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഇനി 14 വാക്യത്തിൽ അടുത്തൊരു ഉപനിധിയെ പറ്റി പറയുന്നുണ്ട്. എന്നോട് കേട്ട ഈ പത്യവചനം ക്രിസ്തുവേശ്വരുള്ള വിശ്വാസത്തിൽ സ്നേഹത്തിൽ മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചുകൊള്ളുക. 12 വാക്യത്തിൽ പൗലോസ് പറയുന്ന ഉപനിധി ക്രിസ്തു എന്നെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ സൂക്ഷിക്കേണ്ട ഉപനിധിയെ പറ്റിയാണ് 14 വാക്യത്തിൽ പറയുന്നത്. എന്താ 13 വാക്യത്തിൽ പറയുന്നത്? ഈ പത്യവചനം. അപ്പം ക്രിസ്തു നമ്മളെ സൂക്ഷിക്കുന്നത് എപ്രകാരമാണ്? എന്റെ ഒരു പ്രവൃത്തി നോക്കാതെ എന്നിൽ തന്റെ നീതിയെ നിറവേറ്റാൻ വേണ്ടി എന്റെ അകത്ത് ആത്മാവിനെ തന്ന് വിശുദ്ധീകരണത്തിന്റെ പെർസുവേഷനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ രക്ഷയെ പൂർത്തിയാക്കുന്ന, അത് ത്രികാല അനുഭവത്തിൽ എന്റെ രക്ഷയെ പൂർത്തിയാക്കുന്ന ദൈവത്തിന്റെ ഉറപ്പിൽ, പിതാവിനോട് ചെയ്ത കവണന്റെ ഉറപ്പിൽ, പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പിൽ, അല്ലെ? യോഹന്നാൻ 6 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പിതാവിന്റെ കയ്യിൽ തന്നിട്ടുള്ള എല്ലാവരെയും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ് എന്നോടുള്ള കൽപ്പന. അപ്പം കൽപ്പന പുത്രൻ നിറവേറ്റുക ചെയ്തത്. എന്നിട്ട് പറയുകയാണ്, ആ ക്രിസ്തുവാണ് എന്റെ ഉപനിധി, അവൻ എന്നെ സൂക്ഷിക്കുക. അവസാനത്തുള്ള രക്ഷാസംബന്ധമായിട്ടുള്ള ഉപനിധി ക്രിസ്തുവായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി എന്റെ വേല സംബന്ധിച്ചുള്ള ഉപനിധി അത് ഞാൻ സൂക്ഷിക്കാനുമെന്ന് പറയുന്നത്. അതെന്താണ്? ഈ പത്യവചനം, നമ്മളെ ഏൽപ്പിച്ച ഈ പത്യവചനം, ക്രിസ്തു നമ്മുടെ രക്ഷ സൂക്ഷിക്കുന്ന പോലെ, ആ ഉറപ്പുള്ളതുപോലെ ഈ പത്യവചനം നമ്മൾ സൂക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആ നല്ല നമ്മിൽ എന്തിനാണ്? നമ്മുടെ കഴിവ് വെച്ചാണല്ല, നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യാണ്? സൂക്ഷിച്ചു കൊള്ളുക, അല്ലെ? എന്നുവെച്ചാൽ ഈ പത്യവചനത്തോട് നമ്മൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുവാൻ അനുവദിക്കരുത്. ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ ഈവൻ എനിക്ക് പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കി പോലും പത്യവചനം പറയുന്നത് ഇത് ഡൈലൂട്ട് ചെയ്യരുത്. മനുഷ്യന്റെ കോൺട്രിബ്യൂഷൻ വരുത്തുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും മനുഷ്യനുണ്ടാക്കുന്ന ചാലഞ്ച് ഈ പത്യവചനത്തോട്. പക്ഷേ കർത്താവിലാണ് രക്ഷ ദൈവം സാധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യുക? ഈ പത്യവചനത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. പത്യവചനത്തിന്റെ നമ്മൾ ജീവൻ പോയെന്ന് പറഞ്ഞാലും, അല്ലെ, അതിനൊക്കെ അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തത്? ജീവനെ പോലും പണയം വെച്ചുകൊണ്ടാണ് വചനത്തെ സൂക്ഷിച്ചത്. ഒരു തരത്തിലും വിട്ടുകൊടുത്തില്ല എന്ന് പൗലോസ് മറ്റു വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒരു വിധത്തിലും ഞാൻ എന്ത് ചെയ്തത്? വഴങ്ങി കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ പത്യവചനത്തെ കീപ്പ് ചെയ്യാൻ വേണ്ടി. അത് എന്റെ വീട്ടുകാരെന്നെ ഓർക്കും, എന്നെ കേൾക്കുന്നവർ എന്നെ ഞാൻ ചിന്തിക്കും, അവരെന്നെ ഇഷ്ടപ്പെടുവോ ഇതൊന്നും എന്റെ വിഷയമല്ല. കാരണം എനിക്ക് ലഭിച്ച ഉപനിധിയാണ് എന്ത്? എന്നെ രക്ഷിച്ച ഈ കർത്താവും എന്നെ കേൾപ്പിച്ച ഈ സുവിശേഷം, ഈ പത്യവചനം ഞാൻ എന്ത് ചെയ്യും? ഈ ദൈവം തന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കും എന്നുള്ള കാര്യം. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് തിങ്. ഒരു വലിയ കാര്യമാണ് പത്യവചനത്തെ എന്ത് ചെയ്യുക? അതിന്റെ നിർമ്മലതയോടുകൂടെ സൂക്ഷിക്കുക എന്നുള്ളത്. കാരണം കാലങ്ങൾ കഴിയും തോറും, അടുത്ത 3-ാം വചനത്തിലേക്ക് കാണുന്നുണ്ട്, പല രീതിയിലുള്ള റോങ് ടീച്ചിങ്സ്, ഫോൾസ് ഡോക്ട്രിൻ, മാനുഷികമായത്, ഹ്യൂമനിസം, ഗോസ്പൽ ആണെന്ന് തോന്നും കേട്ടാ, പക്ഷെങ്കിൽ അതിന്റെ അകത്ത് മനുഷ്യന്റെ കോൺട്രിബ്യൂഷൻ എടുത്തു കാണിക്കുന്ന, മനുഷ്യന് ആകുമാറുണ്ടാകുന്ന സുവിശേഷങ്ങൾ ഇനി വരാൻ പോവുകയാണ്. അത് അവസാന അധ്യായങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാലത്തേക്കാണ് തിമോഥെയോസിനെ പൗലോസ് ഇറക്കാൻ പോകുന്നത്. എന്നിട്ട് പറയാണ്, ഈ പത്യവചനം ഈ പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചു കൊടുക്കുക. ആ സൂക്ഷിക്കുമ്പോൾ നിനക്ക് ലജ്ജിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും.
സഹിക്കേണ്ടതായ സിറ്റുവേഷൻ ഉണ്ടാകും, കഷ്ടപ്പെടേണ്ടതായ സിറ്റുവേഷൻ ഉണ്ടാകും. പക്ഷെങ്കിൽ പ്രാണം പോയാലും ജീവൻ പോയാലും നമുക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തു എന്ന ഉപനിധി പ്രകാരം അവന് മുമ്പിൽ നമ്മുടെ ജീവനെ സമർപ്പിക്കത്തക്ക വേണം അവൻ നമ്മളെ ഏൽപ്പിച്ച പത്യവചനം സൂക്ഷിച്ചു കൊള്ളുക. അല്ലെ, കർത്താവ് ജീവൻ കൊടുത്താണ് നമുക്ക് ഈ രക്ഷ സാധിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളും ജീവൻ കൊടുത്തു തന്നെ എന്ത് ചെയ്യണം, ഈ ജീവനെ പണയം വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ പത്യവചനത്തെ സൂക്ഷിച്ചു കൊള്ളുക. ഓക്കെ, രണ്ട് ഉപനിധിയെ പറ്റി, ഒന്ന് ക്രിസ്തുവാകുന്ന ഉപനിധിയിലാണ് എന്റെ രക്ഷയുടെ ആശ്രയം നിൽക്കുന്നത്, രണ്ട് അവൻ എന്നെ ഏൽപ്പിച്ച പത്യവചനം ഞാൻ സൂക്ഷിക്കുന്നു. ഓക്കെ, 15 ബാക്കി ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആസിക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു. അപ്പം ഈ ഒരു ചലഞ്ച് പ്രകാരം ഒന്ന് ലജ്ജ ഉണ്ടാകാനുള്ള, ഭയം ഉണ്ടാകാനുള്ള, പത്യവചനത്തെ കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിട്ടായിരിക്കാം, അതിന്റെ തെളിവുകൾ നമുക്കറിയത്തില്ല, പലരും വിട്ടുപോയി കളഞ്ഞു. അല്ലെ, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് പോയി കളഞ്ഞു പറയുന്ന പോലെ ലോകത്തോടുള്ള കോംപ്രമൈസുകളിൽ, മനുഷ്യനോടുള്ള കോംപ്രമൈസുകളിൽ ഈ പത്യവചനം കീപ്പ് ചെയ്യാൻ കഴിയാത്ത പലരും എന്ത് ചെയ്തു, ജീവന്റെ ചലഞ്ച് വന്നു കഴിഞ്ഞപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യന്റെ ബഹുമാനം ലഭിക്കുന്നില്ല എന്നുള്ള ചലഞ്ച് വന്നപ്പോഴായിരിക്കാം പലരും എന്നെ വിട്ടുപോയി കളഞ്ഞു. കണ്ടോ, ഏകദേശം മരണത്തോടടുത്തപ്പം ഏകദേശം ഒറ്റയ്ക്കായി. പക്ഷെങ്കിൽ പൗലോസ് തന്നെ ഏൽപ്പിച്ച പത്യവചനത്തിൽ അണുവിട മാറിയില്ല. പലരും പോയി, പക്ഷെങ്കിൽ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാലും സത്യത്തിനു വേണ്ടി നിൽക്കാൻ ഒരു ഭക്തൻ ഇവിടെ മാതൃകയായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി തിമോഥെയോസും നിൽക്കുകയാണ്. ബുഗലോസും ഹൊർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവരെ പറ്റിയും അധികം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ എന്ത് കാരണത്താൽ അവർ പോയെന്ന് അറിയത്തില്ല. പക്ഷെങ്കിൽ 12 വാക്യം വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ റീസൺ കൊണ്ടായിരിക്കാം, ഭയമോ ലജ്ജയോ അതിനുവേണ്ടി കഷ്ടം സഹിക്കാനുള്ള വിമുഖതയോ ഒരുപക്ഷെ അവർക്ക് ഈ സുവിശേഷത്തെ ഇട്ടിട്ട് പോകാൻ തോന്നിച്ചു കാണാം. അല്ലെ, പൗലോസിന്റെ കൂടെ ആ പത്യവചനത്തെ കീപ്പ് ചെയ്ത് നിൽക്കാനുള്ള ഇത് അവർക്കുണ്ടായി കാണത്തില്ല. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനെ ഒനേസിഫോരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. എന്നാൽ ഒരു വ്യക്തി എടുത്തു കാണിക്കുകയാണ്, ഈ ഒറ്റപ്പെടലിൽ, ഈ അധൈര്യം ഉണ്ടായ സമയത്തെല്ലാം ഒരു ഫെലോഷിപ്പ്, ഇന്നലെ നമ്മൾ കണ്ട പോലെ ഫെലോഷിപ്പിന്റെ മനോഹാരിതയിൽ ഒരാൾക്ക് പൗലോസിനെ ആശ്വസിപ്പിക്കാൻ കഴിയും. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നല്ലവണ്ണം അറിയുന്നല്ലോ. ആ ഒരു ഉപദേശ സംബന്ധമായ ഡോക്ടറിന്റെ എലിമെന്റുകളൊന്നും എൻ്റെ നമ്മൾ കാണുന്നില്ലെങ്കിലും ഒരു ഫെലോഷിപ്പിങ് അവിടെ പിന്നെ നമ്മൾ കാണുകയാണ്. പൗലോസ് എങ്ങനെ തിമോഥെയോസിനെ കണ്ട് ആശ്വാസം പ്രാപിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു, അതുപോലെ എഫെസോസിൽ വെച്ച് അല്ലെ മൃഗയുദ്ധം ചെയ്യേണ്ടി വന്ന അവസരങ്ങൾ പോലും ഉണ്ടായെന്നാണ് ഒരു ലേഖനത്തിലൊക്കെ പറയുന്നത്. എഫെസോസിൽ വെച്ച് അത്ര ഉപദ്രവം സഹിക്കേണ്ടി വന്നു ഈ പത്യവചനം കീപ്പ് ചെയ്തതിന്റെ പേരിൽ. പക്ഷെങ്കിൽ മറ്റു പലരും വിട്ടുപോയപ്പോൾ മൃഗയുദ്ധം പോലും ചെയ്യേണ്ടി വന്ന ആ ഒരു പീക്ക് മൊമെന്റിൽ ഒനേസിഫോരസിനും കുടുംബത്തിനും പൗലോസിന്റെ കൂടെ നിൽക്കുവാൻ ഇടവന്നു. അവന് ദൈവം ആ ദിവസത്തിൽ കരുണ കാണിക്കട്ടെ എന്ന് പൗലോസ് വിഷിയുകയും തിമോഥെയോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ പൗലോസ് ഒനേസിഫോരിനെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്, ദൈവത്തിന്റെ ദിവസത്തിൽ തനിക്ക് കരുണ കണ്ടെത്തുവാൻ ഇടയാകുമാറാകട്ടെ. സ്തോത്രം. അപ്പം ഗാലറി നോക്കിക്കഴിയുമ്പം പത്യവചനം ഇട്ടുപോയ ആൾക്കാരുണ്ട്, കൂടെ നിന്നവരുണ്ട്. എന്നാൽ തിമോഥെയോസിനെ പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ പറയുന്ന സുവിശേഷം അത് ബലഹീനമായ സുവിശേഷമല്ല, അത് നിത്യതയോളം ശക്തിയുള്ള സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ ശക്തി ക്രിസ്തു എന്ന വ്യക്തിയാണ്. അതിൽ ആദർശമോ തത്വജ്ഞാനമോ വെറും ചിന്തകളോ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു തോട്ടുകളൊന്നുമല്ല. സുവിശേഷത്തിന് അതിന്റെ അകത്തിന് അതിന്റെ ശക്തിയുണ്ട്. കാരണം യേശുക്രിസ്തുവാണ് സുവിശേഷം എന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എന്റെ സുവിശേഷം പറയുന്നത്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി നിത്യനായ ദൈവമാണ്. അവൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗം സമർപ്പിച്ചവനാണ്. ദൈവത്തിന്റെ നീതിയെ നിറവേറ്റിയ വ്യക്തിയാണ്. മെറിറ്റോറിയസ് ആയിട്ട് എനിക്ക് പകരക്കാരനായി നിൽക്കുന്നവനാണ്. ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിൽ ലജ്ജിക്കേണ്ട, കാരണം അവൻ എന്റെ ഉപനിധി. അപ്പം സുവിശേഷം പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയാണ് ഒരു വ്യക്തി കൊടുക്കുന്നത്, ചില ആദർശങ്ങളല്ല, ഒരു ജസ്റ്റ് ഒരു വേ ഓഫ് ലൈഫ്, ജസ്റ്റ് ഒരു ചേഞ്ച് ഓഫ് ലൈഫ് അല്ല. ശരിക്കും ക്രിസ്തുവിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ക്രിസ്തുവിനെ കൊടുത്തു കഴിഞ്ഞാൽ നിത്യതയോളം ബലമുള്ള, നിത്യതയിൽ നമ്മളെ ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന, തീയിൽ നിന്നൊരു വ്യക്തിയെ വലിച്ചെടുത്ത്
നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ കഴിവുള്ള സാധനമാണ് സുവിശേഷം. സുവിശേഷം പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി അതിനകത്ത് നോക്കുന്നില്ല, അല്ലെ? വാക്ചാതുര്യം അതിൻ്റെ അകത്ത് നോക്കുന്നില്ല. ആ തിമോഥെയോസിന്റെ പ്രായം, ചെറുപ്പക്കാരനാണെന്നുള്ള കാര്യം നോക്കുന്നില്ല. ഒന്നും നോക്കാതെ നീ സുവിശേഷം ആകുന്നത് പോലെ പറയുക, അത് ഒരു ഉപനിധിയായിട്ട് സൂക്ഷിച്ച് അത് നീ പ്രൊക്ലൈം ചെയ്യുക. അത് പ്രൊക്ലൈം ചെയ്ത് കഴിയുമ്പോൾ 9-ാം വാക്യത്തിൽ സംഭവിച്ച കാര്യം നടന്നിരിക്കും. എന്താണത്? നിത്യതയിൽ സംബന്ധിച്ച വിശുദ്ധ വിളി അത് എഫക്റ്റിലാകും. നിത്യതയെ സംഭവിച്ച രക്ഷ ഒരു വ്യക്തിയിൽ ആപ്ലിക്കബിൾ ആകും. നിത്യതയെ സംബന്ധിച്ച ആ ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യം അവന് വിശ്വാസം ഉണ്ടാക്കും. അപ്പൊ വിശ്വാസം ഉളവാക്കുന്നതും ഒരു വ്യക്തിക്ക് വിശുദ്ധി വിളി കേൾപ്പിക്കുന്നതും എല്ലാം എന്തിലൂടെ സാധിക്കും? ഈ പത്യവചനത്തിന്റെ പ്രഘോഷണം വഴി, അതായത് സുവിശേഷം വഴി സാധിക്കുമെന്ന് തിമോഥെയോസിനെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പൗലോസ് 1-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. എനിക്കൊരു മിനിറ്റ് തന്നെ, ഞാനിപ്പോ വരാവേ. അന്നേരത്തിന് സൗരന്മാർ ആർക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യാണ്ടോ ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ബ്രദർ ഇപ്പം പിന്നെ സുവിശേഷത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോഴിങ്ങനെ മനസ്സിലോർക്കുമായിരുന്നു. നമ്മളോട് ഭൂമിയിലുള്ള കാര്യം പോലും ചിലപ്പം മനുഷ്യർ പറഞ്ഞാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തപ്പം ഇത്രയും രക്ഷ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ്റെ മേലാക്കി, നമുക്ക് അവൻ്റെ നീതി തന്നു, ഇതെല്ലാം വിശ്വസിക്കാൻ തക്കവണ്ണം നമ്മളിൽ യാതൊരു ഒന്നും ഇല്ല. നമ്മൾ വിശ്വസിക്കുന്ന കൂട്ടരേ അല്ല എന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. അപ്പം നോക്കിയ നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 12 വായിക്കുന്നത് നിക്കോഡെമസിനോടുള്ള സംഭാഷണത്തിൽ കർത്താവ് പറഞ്ഞത് തന്നെ ഇങ്ങനെ: ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നോക്കിയാൽ കർത്താവ് നമുക്ക് ഇത്രയും വലിയ കൃപ തന്നിട്ടല്ലേ നമ്മുടെ ഹൃദയം കർത്താവ് തുറന്നപ്പോൾ എന്തൊരു ഭയങ്കരമല്ലേ ഇത് നമ്മളൊന്ന് വിശ്വസിച്ചത്. ഈ വലിയ കൃപയല്ലേ, ഭയങ്കരം. ഇതിൻ്റെ ആ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇപ്പം ബ്രദർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അത് നമ്മളോട് എന്തുവാ, നമുക്കൊന്നും കഴിവൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഒരു കാര്യവും വിശ്വസിക്കുന്ന കൂട്ടമല്ല. പക്ഷേ ഈ വലിയ കാര്യം നമ്മൾ വിശ്വസിക്കാൻ തക്കോണം ദൈവം നമുക്കിത് ചെയ്തു തന്നതുകൊണ്ട് ഇല്ലേ? എന്തുവാണ് അത് വാക്കുകളിൽ പറയാൻ കിട്ടത്തില്ല. കാരണം അത് തന്നെ ശക്തിയുള്ള സ്ഥാനത്ത് നമ്മൾ ഇൻവോക്ക് ചെയ്തത്. വ്യക്തിയെ ഒരു ദൈവത്തെ തന്നെ നമ്മൾ ഇൻവോക്ക് ചെയ്യുമായിരുന്നു സുവിശേഷം കേട്ട് കഴിയുമ്പോൾ. സോ പവർഫുൾ. സ്തോത്രം. അതുകൊണ്ട് നമുക്കും ഒരു തരത്തിലുള്ള ലജ്ജയും, ഈ നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം ശരിക്കും പൗലോസ് തിമോഥെയോസിൽ എന്ത് ആഗ്രഹിക്കുന്നു അത് ഈ ലേഖനം വായിക്കുന്നത് നമ്മളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാ പൗലോസിനെ കൊണ്ട് എഴുതിച്ച അതേ കാര്യം പരിശുദ്ധാത്മ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളോടും. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കണ്ട. നമ്മൾ കേട്ട സുവിശേഷം നമ്മളിൽ ഒരു കാരണമില്ലാതെ ഇത് വിശ്വസിപ്പിച്ചെങ്കിൽ ഏത് വ്യക്തിയെയും ഏത് സമയത്തും വിശ്വസിപ്പിക്കാൻ ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ആ വ്യക്തിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ സുവിശേഷം ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യേണ്ട, കോംപ്രമൈസ് ചെയ്യേണ്ട. അത് സാക്ഷാലാകുന്നത് പോലെ തെസ്സലോനിക്കയിൽ പൗലോസ് പറയുന്ന പോലെ ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനം അശുദ്ധിയിൽ നിന്നോ വ്യാജത്തിൽ നിന്നോ ദ്രവ്യാഗ്രഹത്തോടെ ഒന്നും വന്നതല്ല. മുഖസ്തുതി ഒന്നും ഞങ്ങൾ അതിനകത്ത് ചേർത്തിട്ടില്ല. ഒരു കവറും ഇല്ലായിരുന്നു, ഒരു കവർ പേജും ഇല്ലായിരുന്നു സുവിശേഷത്തിന്. അത് സാക്ഷാലാകുന്നത് പോലെ നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ ഫ്രൂട്ട് ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം സുവിശേഷത്തിനകത്ത് അതിൻ്റെതായ സുവിശേഷത്തിന് തന്നെ ശക്തിയുണ്ട്. അത് പാക്കേജോടുകൂടെ ചെല്ലുന്നു ഒരു വ്യക്തിയുടെ അകത്ത്. ആ വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ ദൈവം അവനെ നിത്യതയിൽ വിളിച്ച വിശുദ്ധ വിളി അവനപ്പോ കേൾക്കും. സമയത്തിന്റെ അകത്ത് അവനത് റിവീലാവും. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ നിത്യതയിൽ സംഭവിച്ച കാര്യം നമ്മൾ ഇൻവോക്ക് ചെയ്യുക സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ. നമ്മളെപ്പോലെ നീചരായ മനുഷ്യൻ സമയത്തിന്റെ അകത്തിരുന്നുകൊണ്ട്
നിത്യതയിലെ ഒരു കാര്യം ഇൻവോക്ക് ചെയ്യുക എന്ന് പറയുന്നത് എത്ര അത്ഭുതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ലജ്ജിക്കേണ്ടത്. ഈ ഭൂമി ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രിവിലേജ്ഡ് ജോബാണ്, അല്ലേ? നിത്യത വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഒരു 1000 കിലോമീറ്റർ നീളമുള്ള ഒരു നൂലിന്റെ അകത്തൊരു ചെറിയ ഡോട്ട് ഇടുന്ന പോലെയാണ് ഈ സമയം. നിത്യതയെ കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ഈ സമയം ഒന്നുമല്ല. ഈ സമയത്തിന്റെ അകത്ത് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെല്ലാം പ്രിവിലേജ് എടുക്കും ആ ചെറിയൊരു ഡോട്ടിന് വേണ്ടി. പക്ഷെ നമ്മൾ സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ ഒരു നിത്യതയെ മുഴുവൻ ഇൻവോക്ക് ചെയ്ത് ഒരു ഹൃദയത്തിലേക്ക് ഇടുകയാണ്. നമുക്ക് അചിന്തനീയമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ലജ്ജിക്കേണ്ട, ഇത് സകല കാലത്തിന് മുമ്പേ ദൈവം പദ്ധതി ചെയ്ത കാര്യമാണ് ഈ പദ്ധതിയാനത്തിലുള്ളത്. അതൊരു ക്രിസ്തു എന്ന ഒരു വ്യക്തിയെ, നിത്യതയെ, ആ നിത്യതയിലുള്ള ആ വ്യക്തിയെ അവന്റെ ഉള്ളിൽ നിക്ഷേപിക്കുക ചെയ്യുന്നത്. സ്തോത്രം. അപ്പം ഒരുപക്ഷെ ലജ്ജയില്ലാതെ, ഭയം കൂടാതെ സുവിശേഷം പറയാൻ ഈ വചന പഠനം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് നിർവൃതിയോടെ നിവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പം മറ്റ് അഡീഷണൽ ക്വാളിറ്റീസ് വേണ്ടിയത് 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് കാണും. 1-ാം അധ്യായത്തിൽ പൗലോസിന്റെ ശ്രമം നെഗറ്റീവ് ചിന്തകളെ മാറ്റുക എന്നുള്ള, ലജ്ജ, ഭയം, ഇട്ടിട്ട് പോകാനുള്ള ഫീലിങ്, മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കാനുള്ള ഒരു ടെൻഡൻസി, അതൊക്കെ ഈ മിനിസ്ട്രിയിൽ ഉണ്ടാകും. പക്ഷെങ്കിൽ പൗലോസ് മുന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ എന്ത് വെച്ചാണ് വലിക്കുന്നത്? 1 ആത്മാവിന്റെ ശക്തി, 2 സുവിശേഷത്തിന്റെ ഒരു പവർ. ഇത് രണ്ടും മുന്നിൽ കാണിച്ചുകൊണ്ട് പൗലോസ് പറയാണ് ലജ്ജിക്കണ്ട, ഭയപ്പെടണ്ട, കർത്താവാണ് ഇതിന്റെ ഹോൾഡ് പിടിച്ചേക്കുന്നത്, അവനാണ് ഉപനദി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അവൻ തന്നായി പത്യോപദേശം മുറുകെ പിടിക്കാനുള്ള. സ്തോത്രം. മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒരു വാക്ക് ഞാൻ വിട്ടുപോയായിരുന്നു. ഒരു ഡെൽന സിസ്റ്റർ എടുത്താണ് ഞാൻ വായിക്കാം. 1 കൊരിന്ത്യൻസ് 1:17-18. കൊരിന്ത്യർ. സ്നാനം കഴിപ്പിക്കുവാനല്ലേ സുവിശേഷം അറിയിക്കുവാൻ അത്രേ ക്രിസ്തുവിനെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യക്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പൗലോസ് ഒരു തീരുമാനം എടുക്കുകയാണ്. പൗലോസ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നല്ല പ്രസന്റേഷൻ സ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ക്രൂശിന്റെ വചനത്തിലെ ശക്തിക്ക് പൗലോസിന്റെ ഒരു സ്കില്ലും ആവശ്യമില്ല. അതുകൊണ്ട് പൗലോസ് ഒരു തീരുമാനം എടുക്കുകയാണ്, വാക്ചാതുര്യത്തോടെ അല്ലതാനും. അല്ലെ? ഇപ്പൊ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടായിരുന്നു പൗലോസിന്റെ ഒരു ഭാഷാശൈലി മോശമാണെങ്കിൽ. അപ്പം പൗലോസിൻ്റെതായിട്ടുള്ള ഒരു ഇൻപുട്ട് സുവിശേഷത്തിന് ആവശ്യമില്ല. പൗലോസ് എന്ന കവർ സുവിശേഷത്തിന് ആവശ്യമില്ല. പൗലോസിന്റെ ഒരു സ്കിൽ സെറ്റ്, ഒരു പ്രസന്റേഷൻ സ്കിൽ സെറ്റോ ഒരു ആളുകളെ വീഴ്ത്താനുള്ള ഒരു കഴിവൊന്നും സുവിശേഷത്തിന് ആവശ്യമില്ല. സുവിശേഷത്തിന്റെ ശക്തിയിൽ പൗലോസിന് വിശ്വാസം വന്നപ്പോൾ പൗലോസ് പറയുകയാണ്, എന്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, എന്റെ ജ്ഞാനത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ സുവിശേഷത്തോട് ആഡ് ചെയ്ത് ഒരുപക്ഷെ ക്രൂശിന്റെ ശക്തിയെ ഞാൻ എന്ത് ചെയ്യും? മറയ്ക്കും. അതുകൊണ്ട് ഞാൻ എന്റെ കഴിവിന്റെ അല്ലെങ്കിൽ എന്റെ കോൺട്രിബ്യൂഷനെ ഞാൻ എന്ത് ചെയ്യണം? സുവിശേഷത്തിന്റെ ശക്തിയെ മറയ്ക്കാതിരിക്കേണ്ടത് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ക്രൂശിന്റെ വചനം പോഷത്വമാകുന്നത് ഞാൻ എന്റെ സ്കിൽ സെറ്റ് പ്രസന്റ് ചെയ്യാതെ അത് സാക്ഷാലാകുന്നത് പോലെ പ്രസന്റ് ചെയ്താൽ അത് നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. അതുകൊണ്ട് അതേ ലേഖനം തന്നെ 2:2 വായിച്ചു നോക്കി. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. പൗലോസിന്റെ തീരുമാനം വേറൊരു കാര്യത്തിലും എന്റെ ജ്ഞാനം പ്രസിദ്ധമാക്കുന്ന രീതിയിൽ എന്റെ കഴിവുകൾ വെച്ച് സുവിശേഷത്തെ ഒരു വ്യക്തി വിശ്വസിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് സുവിശേഷം പ്രസന്റ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ട് പറയുക, സാക്ഷാലാകുന്നത് പോലെ പറയുക. വ്യാജത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ ദ്രവ്യാഗ്രഹത്തോടെയോ മുഖസ്തുതിയോടെയോ ഒന്നുമല്ല, അത് പ്ലെയിൻ ആയിട്ട് പറയുക. കാരണം സുവിശേഷത്തിന് ശക്തിയിൽ പൗലോസിന് അത്ര കോൺഫിഡൻസ് ആണ്. കാരണം പൗലോസ് പറയുമ്പോൾ എന്നെ മാറ്റിയ സുവിശേഷത്തിന് ഏത് വ്യക്തിയെ മാറ്റാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് പൗലോസിനുണ്ട്. പലരും ചിന്തിക്കാവുന്ന കാര്യമാണ്, ചിലരെ എങ്ങനെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി പ്രത്യേക പ്രസന്റേഷൻ സ്കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഇതോ
പൈസ കൊടുത്ത് സുവിശേഷത്തിൽ കൊണ്ടുവരുന്ന ഒത്തിരി ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം യഥാർത്ഥ ഭക്തിവചനം അറിഞ്ഞ വ്യക്തിക്കില്ല. അത് സാക്ഷാലാകുന്നല്ലോ പറയുക, നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, വേറൊരു വ്യക്തിയുടെ പ്രവർത്തികൾ നിമിത്തമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. എല്ലാവരും കർമ്മയെ വിശ്വസിക്കുന്നുണ്ടല്ലേ? പക്ഷെ നമുക്ക് നമ്മുടെ കർമ്മ ഓൾറെഡി ഒരു വ്യക്തി വഹിച്ചു കഴിഞ്ഞു. ഇനി അവൻ ചെയ്തെടുത്ത പ്രവൃത്തിയുടെ നീതി നമ്മുടെ പേര് വന്നു കഴിഞ്ഞു. ഇത് ഇത്ര പ്ലെയിൻ ആണ് സുവിശേഷം. വേറെ ഇത്ര സിമ്പിൾ ആണ്. ഒരു വ്യക്തിയെ പ്രസന്റ് ചെയ്യുക ചെയ്യുന്നത്, ക്രിസ്തു വ്യക്തി, ആ പകരക്കാരനെ പ്രസന്റ് ചെയ്യുക ചെയ്യുന്നത്. അത് ആകുന്നത് പോലെ പറയുക. ബാക്കി പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാക്കുന്നത്. ആ വ്യക്തിയിൽ നിത്യതയുടെ ദർശനം ഒരുക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു വ്യക്തിയുടെ അകത്ത് നിത്യതയുടെ ദർശനം ഒരുക്കാൻ? ഞാൻ ഇത് പറയാൻ തന്നെ എന്തൊരു പാടുപെട്ടു. അപ്പം പരിശുദ്ധാത്മാവ് ഇടപെടുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാകുന്നത്. എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ എനിക്കിപ്പോൾ ചിലപ്പോൾ പറ്റുന്നില്ല. ഇതെങ്ങനെ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാമെന്ന്. പക്ഷെ ആത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഏത് വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അത് ലൈറ്റായിട്ട് തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഏത് വ്യക്തി സുവിശേഷം കേട്ടാലും വാക്കുകളുടെ അപ്പുറത്ത്, വാക്ചാതുര്യങ്ങൾക്കപ്പുറത്ത് ആത്മാവിന്റെ ദർശനം, ആത്മാവിന്റെ ക്ലാരിഫിക്കേഷൻ, ആത്മാവ് കൊടുക്കുന്ന ഒരു അഷ്വറൻസ്, കൺവിക്ഷൻ ആ ഹൃദയങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. വേറെ ആരും സംസാരിക്കുന്നില്ലെങ്കിൽ സ്തോത്രം. ഒരാൾ പ്രാർത്ഥിക്കാമോ?